നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. വലിയൊരു സാമ്രാജ്യം. ഇറ്റ് ഇസ് സോ വാസ്റ്റ് ദാറ്റ് ദി എൻറ്റയർ സബ് കോണ്ടിനെൻറ്റ് ഇസ് കവേർഡ് ബൈ ദിസ് കിങ്ഡം. അങ്ങനെ ഒരു വലിയൊരു എംപയർ. ഒരു സുപ്രഭാതത്തിൽ ഈ എംപയർ തകർക്കപ്പെടുന്നു. അപ്പോൾ അവിടെ വരാൻ സാധ്യതയുള്ള വലിയ ചില മാറ്റങ്ങളുണ്ട് അല്ലേ? സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കലായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും. പൊളിറ്റിക്കലായിട്ടുള്ള മാറ്റങ്ങൾ സോഷ്യലായിട്ടുള്ള ചേഞ്ചസിന് വഴിയൊരുക്കും. സോഷ്യൽ മാറ്റങ്ങൾ കൾച്ചറൽ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. അവസാനം എക്കണോമിക് കോണ്ടെക്സ്റ്റുകളിൽ വലിയൊരു മാറ്റമുണ്ടാവും. അപ്പോൾ ഇത്തരം വലിയ മാറ്റങ്ങൾക്ക് കാരണമായ ഒരു കാലഘട്ടമുണ്ട്. നമ്മൾ ആ ഒരു ടൈം പീരീഡിനെ പോസ്റ്റ് മൗര്യൻ പീരീഡ് എന്ന് വിളിക്കും. ഞാൻ ആദ്യം പറഞ്ഞ ആ വലിയ സാമ്രാജ്യമായിരുന്നു മൗര്യൻ എംപയർ. സോ അത് തകർക്കപ്പെട്ടതോടുകൂടി ഒരു പുതിയ മാറ്റത്തിന് വഴിയൊരുക്കുന്നു, ലീഡിങ് ടു ദ പോസ്റ്റ് മൗര്യൻ പീരീഡ്. സോ നമ്മുടെ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ദാറ്റ് ഇസ് പോസ്റ്റ് മൗര്യൻ പീരീഡ്. UPSC പെർസ്പെക്റ്റീവിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. സോ വൺസ് അഗെയിൻ എല്ലാവർക്കും റൈസ് അപ്പ് IAS അക്കാഡമിയിലേക്ക് സ്വാഗതം. സോ ഞാൻ നിങ്ങളോട് പറഞ്ഞു, പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട്, സോഷ്യൽ മാറ്റങ്ങളുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അതിൽ ഏറ്റവും ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ചേഞ്ചസ് ആണ്. ഒരു വലിയ സാമ്രാജ്യം തകർക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള പ്രദേശങ്ങളെല്ലാം ഒരു പൊളിറ്റിക്കൽ ഫ്രാഗ്മെൻറ്റേഷനിലേക്ക് വഴിയൊരുക്കും അല്ലേ? കുറേ പ്രദേശം, കുറേ റീജിയണൽ ആയിട്ടുള്ള കിങ്ഡംസ് അതിൻ്റെ ഭാഗമായിട്ട് എമേർജ് ചെയ്യപ്പെടും. നോക്കി, മൗര്യൻ സാമ്രാജ്യം എന്ന് പറയുന്നൊരു എംപയർ. മൗര്യൻ എംപയറിനെ കുറിച്ച് നിങ്ങൾ പലപ്പോഴായിട്ടും ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ചന്ദ്രഗുപ്ത മൗര്യ ഏകദേശം 4th century BC കാലഘട്ടങ്ങളിൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 321 BC കാലഘട്ടങ്ങളിൽ എപ്പോഴോ സ്ഥാപിക്കപ്പെട്ടൊരു സാമ്രാജ്യമായിരുന്നു മൗര്യൻ എംപയർ. അതിനുശേഷം ബിന്ദുസാര എന്ന് പറയുന്ന രാജാവ് വരും. ബിന്ദുസാരയുടെ മകൻ അശോകൻ വരും. ഈ അശോകന്റെ കാലഘട്ടത്തിൽ മൗര്യൻ എംപയറിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലേ? അശോകരെ കലിംഗ യുദ്ധത്തിന് ശേഷം 261 BC നടന്ന കലിംഗ യുദ്ധത്തിന് ശേഷം അശോകന്റെ പോളിസികളിൽ തന്നെ, ഗവേണൻസ് പോളിസികളിൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാകും. ധമ്മ പോളിസി. എന്താ ഈ ധമ്മ പോളിസി മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയാസ്? പ്രധാനമായിട്ടും അഹിംസയാണ്, നോൺ വയലൻസ് ആണ് അല്ലെ? ആനിമൽ സാക്രിഫൈസ് പാടില്ല, ബേർഡ് സാക്രിഫൈസ് പാടില്ല. എന്തിന്? യുദ്ധങ്ങൾ വരെ അധികം പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. യുദ്ധങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും ഒരു ആർമിയെ രാജ്യത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരു പെർമനന്റ് ആർമി മൗര്യൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ വർക്ക് ചെയ്യുന്ന സോൾജേഴ്സിനോ മറ്റു ഓഫീസേഴ്സിനൊന്നോ പ്രത്യേകിച്ച് വേറെ ജോലിയൊന്നുമില്ല, യുദ്ധങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ ഒരു വെൽ മെയിൻറ്റെയിൻഡ് ആർമി വാസ് ദെയർ. ഇതുപോലെ തന്നെയാണ് മറ്റു ഓഫീസേഴ്സും. ഗവേണൻസ് വളരെ ലിബറൽ ആയതുകൊണ്ട് തന്നെ ഓഫീസേഴ്സിനും പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഇനി നിങ്ങൾ ആലോചിക്കുക, യുദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കുന്ന സമയത്ത് പുതിയ ന്യൂ റിസോഴ്സസ് ലഭിക്കാനും ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം, ഒരു രാജ്യം നിലനിൽക്കുന്നത് തന്നെ പല പല പുതിയ റിസോഴ്സസ് വഴിയാണ്. മൗര്യൻ എംപയറിൽ യുദ്ധങ്ങളില്ല, അതുകൊണ്ട് തന്നെ അധികം എക്സ്പെഡിഷൻസ് കണ്ടക്ട് ചെയ്യാറില്ല. ഇപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന റിസോഴ്സസ് ഒക്കെ ഡിപ്ലീഡ് ആവുന്നു. അപ്പോൾ എക്കണോമിക് ആയിട്ടുള്ള കൺസ്ട്രെയിൻസിലേക്കും അത് കൊണ്ട് എത്തിക്കുന്നുണ്ട്. ഓക്കെ, എക്കണോമിക് കൺസ്ട്രെയിൻസ് പതുക്കെ സോഷ്യൽ ആയിട്ടുള്ള കോണ്ടെക്സ്റ്റുകളിലേക്കും ഇടപെടുത്തും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അന്ന് മൗര്യൻ സാമ്രാജ്യത്തിൽ അവസാനം ഉണ്ടാവുന്നുണ്ട് ആഫ്റ്റർ ദ പീരീഡ് ഓഫ് അശോക. നിങ്ങൾ ആലോചിക്കുക, മൗര്യൻ എംപയറിന്റെ ലാസ്റ്റ് കാലഘട്ടം എന്ന് പറയുമ്പോൾ ഓൾറെഡി അവരുടെ എക്കണോമി തകർന്നു നിൽക്കുകയാണ്. സോഷ്യലായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്, പൊളിറ്റിക്കലായിട്ടുള്ള ഫ്രാഗ്മെന്റേഷനും മൗര്യൻ എംപയർ ഫേസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് കാലഘട്ടം, അതായത് ഏകദേശം ഒരു 185 BC മൗര്യൻ എംപയർ ഭരിച്ചിരുന്ന ഒരു രാജാവുണ്ട്, ബൃഹദ്രഥ. ഈ ബൃഹദ്രഥ നേരത്തെ നമ്മൾ അശോകന്റെ പോളിസികൾ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു എക്കണോമിയിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി ബൃഹദ്രഥയൊക്കെ രാജ്യം ഭരിക്കുന്ന സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാധിക്കപ്പെട്ടൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ദാറ്റ് ഇസ് ബ്രാഹ്മിൻസ്. ബ്രാഹ്മിൻസ് ഒന്നും സാറ്റിസ്ഫൈഡ് അല്ല ബൃഹദ്രഥയുടെ ഭരണത്തിൽ. ഓക്കെ, അത് ബൃഹദ്രഥ എന്ന രാജാവിൻ്റെ പ്രശ്നമായിരിക്കില്ല, ആ കാലഘട്ടത്തിലെ ഗവർണൻസ് പോളിസിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങളാണ്. കാരണം ഈ റിച്വൽസും സാക്രിഫൈസൊക്കെ കൂടുതലും കണ്ടക്ട് ചെയ്തിരുന്നത് ബ്രാഹ്മണന്മാരാണ്. അപ്പോൾ അവരുടെ എക്കണോമി ഇത് ബാധിക്കാൻ തുടങ്ങുന്നു. സോ ഈ ബൃഹദ്രഥ ഭരിക്കുന്ന സമയത്ത് പുള്ളി ഇങ്ങനെ ഒരു മിലിറ്ററി പരേഡ് കണ്ടക്ട് ചെയ്യണം. നിയർലി ഒരു 185 BC കാലഘട്ടമാണെന്നാണ് പറയപ്പെടുന്നത്. കൃത്യം വർഷങ്ങൾ നമുക്ക് ഇന്നും വലിയ ഐഡിയ ഇല്ല, എസ്പെഷ്യലി ഫ്രം ഏൻഷ്യൻ ഇന്ത്യ. സോ 185 BC ഇതുപോലെ ബൃഹദ്രഥ ഒരു മിലിറ്ററി പരേഡ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന പുഷ്യമിത്ര ശുംഗ, ഹി വാസ് ആക്ച്വലി എ ബ്രാഹ്മൺ. ഓക്കെ,
ഈ ബൃഹദ്രഥയുടെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന പുഷ്യമിത്ര ശുംഗ ഇദ്ദേഹത്തെ അസാസിനേറ്റ് ചെയ്യാണ്. ബ്രാഹ്മണിക്കലായിട്ടുള്ള ഇഷ്യൂസ്, റിലീജിയസ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റുകളിലാണ് ഈ ഒരു ഇവന്റ് പറയപ്പെടുന്നത്. റിലീജിയസ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു, എക്കണോമിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സോ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പുഷ്യമിത്ര ശുംഗ അസാസിനേറ്റഡ് ബൃഹദ്രഥ അറൌണ്ട് 185 BC. അതോടുകൂടി മൗര്യൻ സാമ്രാജ്യം തകർക്കപ്പെടും അല്ലെ. 185 BC എന്ന് പറയുമ്പോൾ നോക്കി, ഇറ്റ് ഇസ് 2nd century BC. അപ്പോൾ 2ാം നൂറ്റാണ്ട് BC-യോടുകൂടി മൗര്യൻ എംപയർ തകർക്കപ്പെടുന്നു. അതിനുശേഷം വന്ന കാലഘട്ടമാണ് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുന്ന പോസ്റ്റ് മൗര്യൻ പീരീഡ്. അപ്പോൾ പോസ്റ്റ് മൗര്യൻ പീരീഡിന്റെ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ 2nd century BC മുതൽ അറൌണ്ട് ഒരു 3rd century AD കാലഘട്ടം വരെ. ADയുടെ തുടക്കം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്നാലും this is the time span of post Mauryan period from 2nd century BC to 3rd century AD. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഈ പോസ്റ്റ് മൗര്യൻ കാലഘട്ടത്തിൽ ഒരുപാട് പുതിയ രാജ്യങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ഫോം ചെയ്യുന്ന കാണാൻ പറ്റും. ഞാൻ പറയാം, ഒരു പൊളിറ്റിക്കലി സ്കാറ്റേർഡ് ആയിട്ടുള്ള, പൊളിറ്റിക്കലി ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു പോസ്റ്റ് മൗര്യ പീരീഡ്. അപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ ഒരുപാട് ഭാഗങ്ങളിൽ പല കാലഘട്ടങ്ങളിലായിട്ട് ഫോം ചെയ്യപ്പെടുന്ന കാണാൻ പറ്റും. അതിൽ ചില പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ കാലഘട്ടങ്ങളിൽ ഫോം ചെയ്യപ്പെടുന്നത്? ഒന്ന്, ശുംഗ എംപയർ. ശുംഗ എംപയർ അല്ലെങ്കിൽ ശുംഗ ഡൈനാസ്റ്റി എന്നൊക്കെ വിളിക്കാം. ദെൻ കൻവ ഡൈനാസ്റ്റി, ചേതി ഡൈനാസ്റ്റി, ശതവാഹനാസ് അല്ലെങ്കിൽ ശതവാഹന ഡൈനാസ്റ്റി. ഈ 4 രാജ്യങ്ങൾ കുറെ കൂടി ഇൻഡിജിനസ് ആയിട്ടുള്ള കിങ്ഡംസ് ആണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ സ്ഥാപിച്ച രാജ്യങ്ങളായിട്ടാണ് പറയപ്പെടുന്നത്. ഇത് കൂടാതെ പുറത്തുനിന്ന് ചില ഫോറിൻ ട്രൈബുകളും ഈ കാലഘട്ടങ്ങളിൽ ഇന്ത്യക്കകത്തോട്ട് എൻ്റർ ചെയ്യുന്നുണ്ട്. മെജോറിറ്റി ഫ്രം നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ. സോ ഈ ട്രൈബൽ പീപ്പിൾ ഇന്ത്യക്കകത്തോട്ട് കടക്കുന്നു, ഇവിടെ ചില കിങ്ഡംസ് ഒക്കെ രൂപീകരിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ആദ്യത്തെ ഒരു ഗ്രൂപ്പാണ് ഇൻഡോ ഗ്രീക്സ്. ഓക്കെ, ഗ്രീക്ക് എത്നിക് ഗ്രൂപ്പുകളിൽ പെടുന്ന ആൾക്കാരാണ് ഇൻഡോ ഗ്രീക്സ്, അല്ലെങ്കിൽ നമുക്ക് അവരെ യവനാസ് എന്ന് വിളിക്കാം. യവനാസ്, അവരെ ലോക്കലി വിളിച്ചിരുന്നത് യവനാസ് എന്നാണ്. ദെൻ അവർക്ക് ശേഷം വന്നതാണ് ഇൻഡോ സിന്ധ്യൻസ്. അല്ലെങ്കിൽ locally they are known as Shakas. Okay, Shakas. Then Indo-Parthians അല്ലെങ്കിൽ അവരെ ലോക്കലി പഹലവാസ് എന്ന് വിളിച്ചു. പഹലവാസ്. ആൻഡ് ദ ലാസ്റ്റ് കാറ്റഗറി വാസ് കുഷാനാസ് അല്ലെങ്കിൽ തുഷാര എന്ന് വിളിക്കും. കുഷാനാസ് എന്നൊക്കെ വിളിക്കുന്ന ഒരു ക്രൗഡ്. അപ്പം ഇങ്ങനെ ചില ഫോറിൻ എത്നിക് ട്രൈബൽ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരും ഈ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ എംപയറുകൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് രാജ്യങ്ങൾ, ഏകദേശം ഒരു 8ഓളം കിങ്ഡംസിന്റെ കാലഘട്ടമാണ്. ടൈം സ്പാൻ ഞാൻ പറഞ്ഞു, 2nd century BC മുതൽ നിയർലി 3rd century AD കാലഘട്ടം വരെ. ഇനി ഇവരെല്ലാവരും ഒരേ സമയത്താണോ വന്നത്? അല്ല, പല കാലഘട്ടങ്ങളിലാണ് വരുന്നത്, പല ഭാഗങ്ങളിലുമാണ് ഇവർ ഭരിക്കുന്നത്. നിങ്ങൾ നോക്കിയേ, ശുംഗ ഡൈനാസ്റ്റി നോക്കാം. ഞാൻ കുറച്ചു മുന്നേ മൗര്യൻ കോണ്ടെക്സ്റ്റ് പറഞ്ഞപ്പോൾ ബൃഹദ്രഥ വാസ് കിൽഡ് ബൈ പുഷ്യമിത്ര ശുംഗ എന്ന് പറഞ്ഞില്ലേ? ആ പുഷ്യമിത്ര ശുംഗ സ്ഥാപിച്ച കിങ്ഡമായിരുന്നു ശുംഗ എംപയർ. എവിടെയായിരുന്നോ മൗര്യൻ എംപയർ, അവിടെ തന്നെയായിരുന്നു ഇവരുടെയും സാമ്രാജ്യം. അല്ലെങ്കിൽ മൗര്യൻ എംപയറിന്റെ ക്യാപിറ്റൽ ആയിരുന്ന പാടലിപുത്ര ഉണ്ടല്ലോ, ആ പാടലിപുത്ര ബേസ് ചെയ്ത് തന്നെയാണ് ശുംഗാസ് എമേർജ് ആവുന്നത്. ശുംഗാസിന്റെ ഒരു കാലഘട്ടം എടുക്കുകയാണെങ്കിൽ നിയർലി 185 BC മുതൽ ഒരു 73 BC കാലഘട്ടം വരെ. ദിസ് ഇസ് എ പീരീഡ് ഓഫ് ശുംഗാസ്. പാടലിപുത്ര ആയിരുന്നു അവരുടെ ക്യാപിറ്റൽ. പക്ഷേ ഈ ശുംഗാസിനെ പിൽക്കാലത്ത് റീപ്ലേസ് ചെയ്യപ്പെടും. ശുംഗാസ് വെയർ റീപ്ലേസ്ഡ് ബൈ കൻവാസ്. അതായത് ഇതേ പാടലിപുത്ര ഭാഗത്ത് ശുംഗാസിന് ശേഷം എമേർജ് ചെയ്യപ്പെട്ട ഡൈനാസ്റ്റിയാണ് കൻവാസ്. കൻവാസിന്റെ ഒരു കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം 73 BC മുതൽ അറൗണ്ട് ഒരു 28 BC കാലഘട്ടം വരെ. ഓക്കെ, നിയർലി ഒരു 50 years കാലഘട്ടം വരെയാണ് ഈ കൻവാസ് ഉണ്ടായിരുന്നത്. കൻവാസും ഏത് ഭാഗം തന്നെയാണ്? ഇതേ പാടലിപുത്ര മഗധ ഭാഗം തന്നെയാണ് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശുംഗാസും കൻവാസൊക്കെ ഏകദേശം ഒരേ റീജൻ തന്നെയാണ്. പക്ഷേ ശുംഗാസിന് ശേഷമാണ് കൻവാസ് വന്നിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ കിങ്ഡം ചേതി കിങ്ഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒഡീഷ ഭാഗം ഉണ്ടല്ലോ,
കുറച്ചുകൂടെ യഥാർത്ഥ പറയുകയാണെങ്കിൽ എടുത്തു പറയുകയാണെങ്കിൽ കലിംഗ പ്രദേശം, ഓക്കെ, കലിംഗ റീജൻ, അവിടെ ഭരിച്ചിരുന്ന കിങ്ഡമാണ് ചേതീസ്. ചേതീസിന്റെ കൃത്യ കാലഘട്ടം എന്ന് നമുക്കറിയില്ല, അതിനുള്ള കാരണം ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഏകദേശം ഒരു 1st സെഞ്ച്വറി BC കാലഘട്ടങ്ങളിൽ എപ്പോഴോ ഉണ്ടായിരുന്ന കലിംഗ ഭാഗത്ത് ഉണ്ടായിരുന്ന ഒരു കിങ്ഡം, അതായിരുന്നു ചേതീസ്. ഓക്കെ, ഇനി കുറച്ചുകൂടി ഡെക്കാൻ ഭാഗങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഓക്കെ, കുറച്ചുകൂടി മഹാരാഷ്ട്ര, കർണാടക, ഡെക്കാൻ ഭാഗങ്ങൾ, ആന്ധ്ര ഭാഗങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വി ക്യാൻ സി ശതവാഹനാസ്. ഓക്കെ, ശതവാഹനാസിൻ്റെയും കൃത്യം കാലഘട്ടം ഒന്നും അറിയില്ല, ഏകദേശം ഒരു 100 BC കാലഘട്ടങ്ങളിൽ എപ്പോഴോ എമേർജ് ചെയ്തു. ഒരു 2nd സെഞ്ച്വറി AD കാലഘട്ടം വരെയൊക്കെ നീണ്ടു നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, 100 BC ആരംഭിച്ച് AD 2ാം നൂറ്റാണ്ട് വരെയൊക്കെ നീണ്ടു നിന്നൊരു കിങ്ഡമാണ് ശതവാഹനാസ്. ഒരു വലിയ കാലഘട്ടമായിരുന്നു ശതവാഹനാസിന്റെ ഇൻ ദിസ് ഡെക്കാൻ റീജിയൻ. ഇനി നമുക്കിനി നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയിലേക്ക് കടക്കാം. ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ ഭാഗം, ഞാൻ പറഞ്ഞു ഒരുപാട് എത്നിക് ഫോറിൻ ഗ്രൂപ്പുകളും ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ഫ്രം ദിസ് നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ. ഇതിൽ ഗ്രീക്സ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ട് അല്ലെ, ഗ്രീക്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. ശരിക്കും ഗ്രീക്സ് പണ്ട് മുതലേ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ ഭാഗത്തുണ്ട്, അതായത് മൗര്യൻ സാമ്രാജ്യമൊക്കെ വരുന്നതിന് മുൻപ് തന്നെ ഉണ്ട്. നിങ്ങൾ അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. അലക്സാണ്ടർ ബാറ്റിൽ ഓഫ് ഹിഡസ്പസ് ഒക്കെ കണ്ടക്ട് ചെയ്തു 326 BC. അപ്പോൾ ഈ അലക്സാണ്ടറിന്റെ ഒക്കെ പിൻഗാമികൾ ഓൾറെഡി ഈ നോർത്ത് വെസ്റ്റേൺ ഭാഗത്ത് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ പോസ്റ്റ് മൗര്യ പീരീഡിലാണ് ശരിക്കും അവർ കുറച്ചുകൂടി ഇന്ത്യക്ക് അകത്തോട്ട് കയറി വരാൻ ശ്രമിക്കുന്നത്. സോ ഇൻഡോ ഗ്രീക്സ് വരുന്നുണ്ട് അല്ലെ, ഇൻഡോ ഗ്രീക്സിന്റെ ഒരു കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ നിയർലി ഒരു 180 BC ആരംഭിച്ച് ഒരു ഏകദേശം ഒരു 10 AD വരെ. ഓക്കെ, 180 മുതൽ ഒരു AD 10 വരെയൊക്കെ നീണ്ടു നിന്നിട്ടുള്ള ഒരു എംപയറാണ് ഇൻഡോ ഗ്രീക്സ്. പക്ഷെ അത് 10 AD വരെയും വലിയൊരു സാമ്രാജ്യമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. 180 BC കാലഘട്ടങ്ങളിലൊക്കെ വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു എംപയറാണ്. പക്ഷെ പിന്നെ പതുക്കെ AD കാലഘട്ടങ്ങളിൽ പോകുന്നതും ദേ സ്റ്റാർട്ടഡ് ടു ഡിക്ലൈൻ. ഓക്കെ, ഗ്രാജുവൽ ആയിട്ടുള്ളൊരു ഡിക്ലൈൻ ആണ് പറയാൻ പറ്റുക. ഇനി ഇൻഡോ ഗ്രീക്സിന് ശേഷം വന്നവരാണ് ഇൻഡോ സിന്ധ്യൻസ് അല്ലെ, നമ്മളവരെ ഷകാസ് എന്നൊക്കെ വിളിക്കും. ഈ ഇൻഡോ സിന്ധ്യൻസിനെ കുറിച്ച് കാര്യമായിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. ഏകദേശം ഒരു 200 BC മുതൽ നിയർലി ഒരു 400 AD കാലഘട്ടം വരെയൊക്കെ നീണ്ടു നിന്ന ഒരു എംപയർ ആണ് കേട്ടോ ഇൻഡോ സിന്ധ്യൻസ്. 200 BC, അതായത് ഗ്രീക്സ് ഉണ്ടായിരുന്ന അതേ കാലഘട്ടങ്ങളിൽ തന്നെ നോർത്ത് വെസ്റ്റേൺ പാർട്ടിൽ സിന്ധ്യൻസും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർ അകത്തോട്ട് കയറി വരുന്നത് പിന്നീടാണ്. സോ ഒരു 200 BC മുതൽ ഒരു 400 AD കാലഘട്ടം വരെ സിന്ധ്യൻസ് ഉണ്ട്. പിന്നെ പാർത്യൻസ് ഉണ്ട്, ഇൻഡോ പാർത്യൻസ് അല്ലെങ്കിൽ പഹലവാസ് എന്നൊക്കെ വിളിക്കാം. ഈ പാർത്യൻസിന്റെ കേസ് എന്ന് വെച്ചാൽ അവരുടെ കാലഘട്ടം കൃത്യമായിട്ട് നമുക്കറിയില്ല. ഏകദേശം 1st സെഞ്ച്വറി BC, ഏകദേശം BC 1ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവരാണ്. അവർക്കും ശേഷം ഇന്ത്യക്കകത്തോട്ട് കയറി വരുന്ന ആൾക്കാരാണ് കുഷാനാസ്. ഓക്കെ, ആദ്യം വരുന്നത് ഗ്രീക്സ്, ദെൻ സിന്ധ്യൻസ്, ദെൻ പാർത്യൻസ്, ലാസ്റ്റ് ആയിട്ട് ഇന്ത്യക്കകത്തോട്ട് കയറുന്നതാണ് കുഷാനാസ് എന്ന് പറഞ്ഞാൽ. ആ ഒരു ഓർഡറിലാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഗ്രീക്സ്, ദെൻ സിന്ധ്യൻസ്, ദെൻ പാർത്യൻസ്, ലാസ്റ്റ് കുഷാനാസ്. ഇവർ വരാനുള്ള സാഹചര്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ഇങ്ങനെ ഒരു സ്കാറ്റേർഡ് പൊളിറ്റിക്കൽ കണ്ടീഷൻ നമുക്ക് പോസ്റ്റ് മൗര്യ ഫേസിൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഈ രാജ്യങ്ങളെക്കുറിച്ച് ജസ്റ്റ് നമുക്കൊന്ന് ബ്രീഫ് ചെയ്ത് പോവാം. നമുക്ക് ആദ്യം ശുംഗ ഡൈനാസ്റ്റിയെ കുറിച്ച് പറയാം. ഓക്കെ, ശുംഗ ഡൈനാസ്റ്റി ഞാൻ പറഞ്ഞു ഏകദേശം 185 BC to 73 BC കാലഘട്ടങ്ങളാണ് ഉണ്ടായിരുന്നത്. ഫൗണ്ടഡ് ബൈ പുഷ്യമിത്ര ശുംഗ. ഇവരുടെ ക്യാപിറ്റൽ പാടലിപുത്രയായിരുന്നു. അതായത് പുഷ്യമിത്ര ശുംഗയൊക്കെ ഭരിക്കുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ വാസ് പാടലിപുത്ര. ബട്ട് ലേറ്റർ സ്റ്റേജുകളിൽ ശുംഗാസിന്റെ ഒക്കെ ഒരു ലാസ്റ്റ് ഫേസിലേക്ക് എത്തുമ്പോൾ ഇവർ ഈ വിദിഷ ഭാഗങ്ങളിലേക്ക് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്തു എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ ഇതിന് കൃത്യമായിട്ട് എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല. ചില കോണ്ടെക്സ്റ്റുകളിൽ ചില രാജാക്കന്മാർ ഈ വിദിഷ ബേസ് ചെയ്തിട്ട് ഭരിച്ചിരുന്നു എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ അവരുടെ 2nd ക്യാപിറ്റലായിട്ട് വിദിഷ മധ്യപ്രദേശ് ഭാഗത്താണ്. വിദിഷ ബെസ്നഗർ ഭാഗങ്ങളിലേക്ക് ഇവർ ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവരൊരു ബ്രാഹ്മണിക്കൽ ഡൈനാസ്റ്റിയാണ്. ഞാൻ പറഞ്ഞു പുഷ്യമിത്ര ശുംഗ ഒരു ബ്രാഹ്മണായിരുന്നു അല്ലെ, ഹി വാസ് എ ബ്രാഹ്മണിക്കൽ. അപ്പം ആ ഒരു ബ്രാഹ്മണായിരുന്നു. സോ ഒരു ബ്രാഹ്മണിക്കൽ ഡൈനാസ്റ്റി ആയിരുന്നു ഈ ഒരു ശുംഗ ഡൈനാസ്റ്റി. പക്ഷെ ബ്രാഹ്മണിക്കൽ ഡൈനാസ്റ്റി ആണെങ്കിലും ചില കോണ്ടെക്സ്റ്റുകളിൽ ഇവര് ബുദ്ധമതത്തെയൊക്കെ പാറ്റർനൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഇവര് റിലീജിയസ് ടോളറന്റ് ആയിരുന്നു എന്നാണ് പല ആർക്കിയോളജിക്കൽ ലിറ്റററി ടെക്സ്റ്റുകളിലൊക്കെ പറയുന്നത്. പക്ഷെ മറ്റ് ചില ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകൾ, നിങ്ങൾ ദിവ്യവദന എന്നൊക്കെ പറയുന്ന ചില ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകൾ കേട്ടിട്ടുണ്ടാവും.
ചില ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളിൽ പറയുന്നത് ഈ സുങ്കാസ് അധികം ഈ ബുദ്ധിസത്തെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ദേ ആർ നോൺ ആസ് എ പെർസിക്യൂട്ടർ ഓഫ് ബുദ്ധിസം എന്നൊക്കെയാണ് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ കോൺട്രഡിക്ഷൻ ഉണ്ട് അവിടെ. ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റുകളിൽ അവർ ബുദ്ധിസം പ്രൊമോട്ട് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. ബട്ട് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളിൽ ദേ വെർ അഗെയിൻസ്റ്റ് ബുദ്ധിസം എന്നും പറയുന്നുണ്ട്. അപ്പൊ നോക്കേ, ഇതിൽ ആദ്യത്തെ രാജാവാണ് പുഷ്യമിത്ര ശുംഗ. ഓക്കെ, ഏകദേശ കാലഘട്ടമാണ് 187 185 പറയുന്നതായിരിക്കും നല്ലത് അല്ലേ. നമ്മുടെ ബൃഹദ്രഥയുടെ ഒക്കെ മരണം, അതിന്റെ അസാസിനേഷൻ ഒക്കെ നടക്കുന്നത് 185 BC യിലാണ്. അപ്പൊ 185 BC മുതൽ ഏകദേശം ഒരു 151 BC കാലഘട്ടം വരെ ഉണ്ടായിരുന്ന രാജാവാണ് പുഷ്യമിത്ര ശുംഗ. നിങ്ങൾ പതഞ്ജലി എന്ന് പറയുന്ന ഒരു സംസ്കൃത ഗ്രമേറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. പതഞ്ജലി അല്ലെ, ഒരു യോഗ ഫിലോസഫിയുടെ ഒക്കെ ഫൗണ്ടർ ആയിരുന്നു. യോഗ കണ്ടുപിടിച്ച ആളാണെന്ന് പറയപ്പെടുന്ന പതഞ്ജലി. പതഞ്ജലി ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ്. പുഷ്യമിത്ര ശുംഗയാണ് പതഞ്ജലിയെ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹി വാസ് ആക്ച്വലി സാൻസ്ക്രിറ്റ് ഗ്രമേറിയൻ, സംസ്കൃത ഗ്രമേറിയൻ ആണ്. കൂടാതെ യോഗ ഫിലോസഫിയുടെ ഫൗണ്ടറുമായിരുന്നു പതഞ്ജലി. ഓക്കെ, നോട്ട് ചെയ്യാം. ഇനി പുഷ്യമിത്ര ശുംഗയ്ക്ക് ശേഷം അധികാരത്തിൽ വന്ന വ്യക്തിയാണ് അഗ്നിമിത്ര. ഓക്കെ, അഗ്നിമിത്രയുടെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് കോൺട്രിബ്യൂഷൻസ് ഒന്നും നമുക്ക് അധികം അവൈലബിൾ അല്ല. പക്ഷേ കാളിദാസൻ എന്ന് പറയുന്ന കവിയുടെ ഒരു വളരെ പ്രശസ്തമായ ഒരു കൃതിയുണ്ട്, മാളവികാഗ്നിമിത്രം. ഈ മാളവികാഗ്നിമിത്രത്തിലെ ഹീറോ വാസ് ദിസ് അഗ്നിമിത്ര. മാളവിക എന്ന് പറയുന്ന ഒരു കോർട്ടിസൻ ഡാൻസറും അഗ്നിമിത്ര എന്ന് പറയുന്ന രാജാവും തമ്മിൽ നടക്കുന്ന ഒരു സ്റ്റോറി, അല്ലെങ്കിൽ അവർക്കിടയിൽ നടക്കുന്ന ഒരു ലവ് സ്റ്റോറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതാണ് ഈ മാളവികാഗ്നിമിത്രം. അതിൽ ഹീറോ ആയിട്ടുള്ള വ്യക്തിയാണ് ഈ അഗ്നിമിത്ര. ഈ രണ്ട് പേരുടെ കാലഘട്ടങ്ങളിലും ഇൻഡോ ഗ്രീക്സ് പാടലിപുത്ര ഭാഗത്തേക്ക് ഇൻവേഷൻ നടത്താൻ നോക്കുന്നുണ്ട്. ഓക്കെ, ഈ നോർത്ത് വെസ്റ്റേൺ ഭാഗത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മഗധ ഭാഗത്ത് ശുംഗാസ് ഉണ്ടായിരുന്ന അതേ സമയത്ത് തന്നെ നോർത്ത് വെസ്റ്റേൺ ഭാഗത്ത് ഇൻഡോ ഗ്രീക്സ് എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരേ കാലഘട്ടങ്ങളിലാണ് ഇവരുണ്ടായിരുന്നത്, കണ്ടംപറീസ് ആണ്. അപ്പൊ ഈ ഗ്രീക്സ് എന്ത് ചെയ്യുന്നുണ്ട്, പുഷ്യമിത്ര ശുംഗയുടെ കാലഘട്ടങ്ങളിലും അഗ്നിമിത്രയുടെ കാലഘട്ടങ്ങളിലൊക്കെ ഈ മഗധ ഭാഗത്തേക്ക് ഇൻവേഷൻ നോക്കുന്നുണ്ട്. പക്ഷെ ആ ഇൻവേഷൻസ് എല്ലാം ശുംഗാസ് എന്ത് ചെയ്യും, മാക്സിമം ഡിഫെൻഡ് ചെയ്യും. പുഷ്യമിത്ര ശുംഗയും അവരെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അഗ്നിമിത്രയുടെ കാലഘട്ടങ്ങളിലും ദ ഇൻഡോ ഗ്രീക്സ് വെയർ സക്സസ്ഫുള്ളി ഡിഫെൻഡഡ്. ഓക്കെ, നോട്ട് ചെയ്ത് വച്ചേക്കാം. പിന്നെ അഗ്നിമിത്രയ്ക്ക് ശേഷം 1-2 രാജാക്കന്മാർ മാറി മാറി വരുന്നുണ്ട്. പക്ഷെ അവരുടെ എവിഡൻസുകളും അല്ലെങ്കിൽ അവരുടെ ഒരു ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഒന്നും നമുക്കധികം കിട്ടുന്നില്ല. കാലഘട്ടം നമുക്ക് വലിയ ഐഡിയ ഇല്ല എന്താ സംഭവിച്ചു എന്നുള്ള കാര്യം. പക്ഷെ ഒരു സെക്കൻഡ് ലാസ്റ്റ് രാജാവായിട്ട് നമ്മൾ ഈ ശുംഗ എംപയർ ഭരിച്ചിരുന്ന അവസാനത്തുനിന്ന് രണ്ടാമത്തെ സെക്കൻഡ് ലാസ്റ്റ് റൂളറായിട്ട് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, ഭാഗഭദ്ര. ഓക്കെ, ഏകദേശം ഒരു 114 മുതൽ 83 BC കാലഘട്ടങ്ങളിൽ എപ്പോഴോ ഭരിച്ചിരുന്ന വ്യക്തിയാണ് ഭാഗഭദ്ര. ഈ ഭാഗഭദ്രയുടെ കോണ്ടെക്സ്റ്റിൽ പറയുന്ന ഒരു സ്റ്റോറി ഉണ്ട്. അതായത് ഈ ഭാഗഭദ്ര രാജ്യം ഭരിക്കുന്ന സമയത്താണ് ഹീലിയോഡോറസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് അംബാസിഡർ ഇദ്ദേഹത്തിന്റെ രാജ്യം വിസിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഹി വാസ് എ ഗ്രീക്ക് അംബാസിഡർ, ഹീലിയോഡോറസ് ഈ ഭാഗഭദ്രയുടെ രാജ്യത്തിലേക്ക് വരികയാണ്. ആൻഡ് ഈ ഭാഗഭദ്രയുടെ കാലഘട്ടത്തിൽ ഒരു പില്ലർ അദ്ദേഹം ഇറക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു ശുംഗാസിന്റെ ലാസ്റ്റ് കാലഘട്ടങ്ങളിൽ ഇവരുടെ മേജർ സിറ്റി ആയിട്ട് മാറുന്നത് വിദിഷയാണ് അല്ലെ. മധ്യപ്രദേശിലെ വിദിഷ ഭാഗം, അവിടെയായിരുന്നു ഈ രാജാവൊക്കെ ഉണ്ടായിരുന്നത്. ആ വിദിഷയിൽ തന്നെ ഈ ഹീലിയോഡോറസ് ഒരു പില്ലർ ഇറക്ട് ചെയ്തു. ആ പില്ലറിന്റെ ക്യാപിറ്റൽ കാണാൻ ഏകദേശം ഒരു ഗരുഡന്റെ രൂപത്തിലായിരിക്കുന്നത്. സോ ദാറ്റ് പില്ലർ ഇസ് നോൺ ആസ് ഗരുഡധ്വജ. ഓക്കെ, ഗരുഡധ്വജ എന്നാണ് ആ ഒരു പില്ലറിനെ അറിയപ്പെടുന്നത്, ഇറക്റ്റഡ് ബൈ ഹീലിയോഡോറസ്. ഓക്കെ, ആ പില്ലറിനകത്ത് തന്നെയാണ് ശരിക്കും, ആ പില്ലറിൽ നിന്ന് തന്നെയാണ് ഭാഗഭദ്ര എന്ന പേര് നമുക്ക് ലഭിക്കുന്നത്. അല്ലാതെ ഭാഗഭദ്രയുടെ എവിഡൻസുകളൊക്കെ വളരെ കുറവാണ്. ആ പില്ലറിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ അന്ന് രാജ്യം ഭരിച്ചിരുന്നത് ഭാഗഭദ്രയാണെന്ന്. ആൻഡ് ദ ലാസ്റ്റ് റൂളർ വാസ് ദേവഭൂതി. ദേവഭൂതി അത്ര ഒരു കഴിവുള്ളൊരു രാജാവായിട്ടല്ല പറയപ്പെടുന്നത്. അറ്റ് ലാസ്റ്റ് ദേവഭൂതി ഗോട്ട് കിൽഡ് ബൈ ഹിസ് ഓൺ മിനിസ്റ്റർ. അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം മിനിസ്റ്റർ ദേവഭൂതിയെ വധിക്കുകയാണ്. ആൻഡ് ദ മിനിസ്റ്റേഴ്സ് നെയിം വാസ് വസുദേവ കൻവ. ഏകദേശം 73 BC ദേവഭൂതി ഗോട്ട് അസാസിനേറ്റഡ് ബൈ വസുദേവ കൻവ. അതോടുകൂടി ശുംഗ എംപയർ തകർക്കപ്പെട്ടു. വസുദേവ കൻവ അധികാരം പിടിച്ചെടുത്തോടുകൂടി പുതിയ ഡൈനാസ്റ്റി എമേർജ് ആവുന്നു. ദാറ്റ് ഇസ് കൻവ ഡൈനാസ്റ്റി ബൈ അറൌണ്ട് 73rd BC.
അപ്പോൾ ശുംഗ ഡൈനാസ്റ്റിയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? ഒന്ന്, അതൊരു ബ്രാഹ്മണിക്കൽ ഡൈനാസ്റ്റിയാണ്. അവർ ബുദ്ധിസത്തെ പ്രൊമോട്ട് ചെയ്തിരുന്നുവെന്നും ബുദ്ധിസത്തെ എതിർത്തിരുന്നുവെന്നും രണ്ട് കോൺട്രഡിക്ടറി സ്റ്റോറീസ് നമുക്കുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, ഈ പുഷ്യമിത്ര ശുംഗയുടെ ടൈം പീരീഡിലുണ്ടല്ലോ, നമ്മുടെ സാഞ്ചി സ്തൂപ, ബാർഹൂത്ത് സ്തൂപ പോലുള്ള സ്തൂപകൾ റിനോവേറ്റ് ചെയ്തതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഓക്കെ, ഈ സ്തൂപകളിലൊക്കെ ഏറ്റവും ലാസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഗേറ്റ് വേസ് ഒക്കെ പറയുന്ന തോരണ എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ, ഗേറ്റ് വേസ്. നമ്മുടെ സ്തൂപകളുടെ ഗേറ്റ് വേസ് ആയിട്ടുള്ള തോരണ കൺസ്ട്രക്ഷനൊക്കെ ആരംഭിക്കുന്നത് ശുംഗാസിന്റെ കാലഘട്ടത്തിലാണെന്നാണ് പറയുന്നത്. ചില റിനോവേഷൻ വർക്ക്സും ഇവർ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പേഴ്സിക്യൂട്ടേഴ്സായിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട് കേട്ടോ. ഓർത്തു വച്ചേക്കുക. ചില പ്രധാനപ്പെട്ട രാജാക്കന്മാരുടെ പേരും അവരുടെ കണ്ടംപററി ആയിട്ടുണ്ടായിരുന്ന ആൾക്കാരെ കുറിച്ചും നോട്ട് ചെയ്യാം. ഇനി നമ്മളുടെ അടുത്ത കൻവ ഡൈനാസ്റ്റിയിലേക്ക് പോവാണ്. ഞാൻ പറഞ്ഞു ദേവഭൂതി, ലാസ്റ്റ് ശുംഗ റൂളർ വാസ് കിൽഡ് ബൈ വസുദേവ കൻവ. അതോടുകൂടി കൻവ ഡൈനാസ്റ്റിക്ക് തുടക്കം കുറിക്കുന്നു. എവിടെയാണോ ശുംഗാസ് ഭരിച്ചിരുന്നത് അതേ സ്ഥലത്ത് തന്നെയാണ് കൻവാസും എമേർജ് ആവുന്നത്. ആൻഡ് their capital was also at പാടലിപുത്ര. വളരെ കുറച്ച് കാലഘട്ടം മാത്രം രാജ്യം ഭരിച്ചിരുന്ന ഒരു ചെറിയ ഡൈനാസ്റ്റി. ശുംഗാസിന്റെ അത്രയൊന്നും പ്രോമിനന്റ് അല്ലാത്തൊരു ഡൈനാസ്റ്റി ആയിരുന്നു കൻവാസ്. വെറും 4 രാജാക്കന്മാരെ കൻവ ഡൈനാസ്റ്റിയിൽ ഉണ്ടായിട്ടുള്ളൂ. സ്റ്റാർട്ടിംഗ് വിത്ത് വസുദേവ കൻവ, ദ ഫൗണ്ടർ. ഓക്കെ, ദെൻ വസുദേവ കൻവയ്ക്ക് ശേഷം ഭൂമിമിത്ര, ദെൻ നാരായണ, ആൻഡ് ദ ലാസ്റ്റ് റൂളർ വാസ് സുസർമൻ. ശുംഗാസിനെ പോലെ തന്നെ ഇവരും ബ്രാഹ്മണിക്കലായിരുന്നു. ഇവരും ബ്രാഹ്മണിക്കൽ ഡൈനാസ്റ്റിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും, പോസ്റ്റ് മൗര്യ ഫേസിലേക്ക് എത്തും തോറും ബ്രാഹ്മണിക്കൽ ഡോമിനേഷൻ വീണ്ടും എമേർജ് ആവുന്നുണ്ട് അല്ലെ. ഒരു ബ്രാഹ്മണിക്കൽ റിവൈവലിസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം പോസ്റ്റ് മൗര്യ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ഇതുവരെ കണ്ട 2 ഡൈനാസ്റ്റീസും ബ്രാഹ്മണിക്കൽ ഡൈനാസ്റ്റീസും. ആൻഡ് ഈ സുസർമൻ വാസ് ലേറ്റർ കിൽഡ് ബൈ ശതവാഹനാസ്. ഓക്കെ, ഡെക്കാൻ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ശതവാഹനാസ് ഈ മഗധ ഭാഗത്തേക്ക് ഒരു എക്സ്പെഡിഷൻ നടത്തുന്നത് ഈ സമയത്ത്. ആൻഡ് ദിസ് ശതവാഹനാസ് ഈ സുസർമനെ കൊല്ലുകയാണ് ഏകദേശം 28 BC അടുപ്പിച്ച്. അതോടുകൂടി കൻവ ഡൈനാസ്റ്റി തകർന്നു. ഇവിടെ കൻവ ഡൈനാസ്റ്റിയുടെ തകർച്ച മാത്രമല്ല ഉണ്ടായത്, ഈ മഗധ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ തന്നെ തകർച്ച ഈ കാലഘട്ടങ്ങളിൽ സംഭവിക്കും. അത് കൻവ ഡൈനാസ്റ്റിയുടെ സമയത്ത് മഗധ, പാടലിപുത്ര, രാജഗ ഈ പ്രദേശങ്ങളുടെയൊക്കെ ഒരു സുപ്പീരിയോറിറ്റി അങ്ങ് സുപ്രീമസി അങ്ങ് നഷ്ടപ്പെടുകയാണ്. പണ്ട് മൗര്യൻസും അതിനു മുമ്പ് മഗധൻ എംപയർ ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ഈ ഭാഗം വളരെയധികം പ്രോമിനന്റ് ആയിരുന്നു അല്ലേ. ബട്ട് നൗ അതിന്റെ സിഗ്നിഫിക്കൻസ് നഷ്ടപ്പെട്ടു. നോട്ട് ചെയ്ത് വെക്കുക. നൗ ദ തേർഡ് ഡൈനാസ്റ്റി ഈസ് ചേതി ഡൈനാസ്റ്റി. അറൗണ്ട് ഒരു 1st century BC കാലഘട്ടങ്ങളിൽ എപ്പോഴോ ഉണ്ടായിരുന്ന ഒരു ഡൈനാസ്റ്റിയാണ് ചേതീസ്. നമ്മുടെ ഒഡീഷ, കലിംഗ ഭാഗങ്ങൾ ഭരിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ മഹാമേഘവാഹന. ഓക്കെ, ഈ ഒരു കിങ്ഡം ഫൗണ്ട് ചെയ്തത് മഹാമേഘവാഹന എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ വ്യക്തി ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതാണെന്ന് നമുക്കറിയില്ല. ചില ഹിസ്റ്റോറിയൻസ് പറയുന്ന വെച്ചാൽ പണ്ടൊരു മഹാജനപതി ഉണ്ടായിരുന്നു ചേതി എന്ന് പറഞ്ഞിട്ട്, കുറച്ചുകൂടി സെൻട്രൽ ഇന്ത്യ ഭാഗത്തായിട്ട് ഇവിടെയായിട്ട് പണ്ടൊരു ചേതി എന്ന് പറയുന്ന ഒരു മഹാജനപതി ഉണ്ടായിരുന്നു. ഏകദേശം നമ്മുടെ ലേറ്റർ വേദിക് കാലഘട്ടങ്ങൾ അല്ലേ, ഒരു 5th 6th century BC കാലഘട്ടങ്ങൾ. അപ്പോൾ ആ ചേതീസിനെ തന്നെ സക്സസേഴ്സ് ആകാമെന്നാണ് പറയുന്നത്, ഉറപ്പില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ചേതി കിങ്ഡത്തെ നമ്മൾ മഹാമേഘവാഹന ഡൈനാസ്റ്റി എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, ദിസ് ഡൈനാസ്റ്റി ഈസ് ഓൾസോ നോൺ ആസ് മഹാമേഘവാഹന ഡൈനാസ്റ്റി, അല്ലെങ്കിൽ ചേതവംശ എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്ന ഒരു കിങ്ഡമാണ്. ആൻഡ് ദർ ക്യാപിറ്റൽ വാസ് അറ്റ് ശിശുപാൽഗഡ്. ഈ കലിംഗ ഭാഗത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ശിശുപാൽഗഡ്. ഇറ്റ് വാസ് എ ക്യാപിറ്റൽ ഓഫ് ചേതീസ്. ഒരുപാട് രാജാക്കന്മാരുടെ ഐഡിയാസും നമുക്ക് ഈ കാലഘട്ടത്തെക്കുറിച്ച് കിട്ടുന്നില്ല. ബട്ട് ഒരു പേര് ഒന്ന് ഓർത്തു വെച്ചേക്കാം. ചേതി കിങ്ഡം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വരേണ്ട ഒരു പേരാണ് ദ മോസ്റ്റ് ഫേമസ് റൂളർ ഖരവേല. ഓക്കെ, കിങ് ഖരവേല. പുള്ളി ജൈനമതം സ്വീകരിച്ചിരുന്ന ഒരു രാജാവാട്ടോ. പോസ്റ്റ് മൗര്യ കാലഘട്ടത്തിൽ അധികം റൂളേഴ്സൊന്നും ജൈനിസം ഫോളോ ചെയ്യുന്നില്ല. അതിലൊരു വ്യത്യസ്തനായ വ്യക്തിയായിരുന്നു ഖരവേല. ഖരവേല വാസ് ഫോളോയിങ് ജൈനിസം. ഈ ഖരവേലയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്ന ഒരു ഇൻസ്ക്രിപ്ഷനാണ് ഹാത്തി ഗുംഫ ഇൻസ്ക്രിപ്ഷൻ. ഖരവേലയെ കുറിച്ചുള്ള പേരും അദ്ദേഹം ജൈനമതം സ്വീകരിച്ചിരുന്നു എന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ മിലിറ്ററി അച്ചീവ്മെന്റ്സും എല്ലാം വിളിച്ചോതുന്ന ഒരു ഇൻസ്ക്രിപ്ഷൻ ആയിരുന്നു ഹാത്തി ഗുംഫ ഇൻസ്ക്രിപ്ഷൻ. ഹാത്തി എന്ന് പറയുമ്പോൾ ആന, ഗുംഫ എന്ന് വെച്ചാൽ കേവ്, ഗുഹ എന്ന അർത്ഥം. അപ്പോൾ ഒരു ആനയുടെ ഷേപ്പിലുള്ള ഒരു ഗുഹ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. വലിയൊരു ഗുഹയാണ് ശരിക്കും
ഈ ഹാത്തി ഗുംഫ എന്ന് പറയുന്നത്. അതിനകത്ത് കാണാൻ കഴിയുന്ന ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്. സോ ദിസ് ഹാത്തി ഗുംഫ കേവ് ഇസ് ലൊക്കേറ്റഡ് ഇൻ ഉദയഗിരി ഹിൽസ്. നിങ്ങൾ ഉദയഗിരി കേവ് എന്ന് പറയുന്ന വേറൊരു കേവ് കേട്ടിട്ടുണ്ടാകും നമ്മുടെ മധ്യപ്രദേശ് ഭാഗത്ത്. അതല്ല ഇത്. ഒഡീഷ ഭാഗത്ത് ഉദയഗിരി, ഖന്ദഗിരി എന്നൊക്കെ പറയുന്ന കുറെ കേവുകളുണ്ട്. ഇങ്ങനെ തട്ടായിട്ടൊക്കെ നിൽക്കുന്ന കേവ്സ് ആണ്. ആ ഒഡീഷയിലെ ഉദയഗിരി മലകളിലുള്ള ഒരു കേവാണ് ഉദയഗിരി കേവ്സ്. അതിനകത്ത് വരുന്ന ഒരു കേവാണ്, ആ കൂട്ടത്തിനകത്ത് വരുന്ന ഒരു കേവാണ് ഹാത്തി ഗുംഫ കേവ്. ആൻഡ് ഹിയർ ദിസ് ഇൻസ്ക്രിപ്ഷൻ വാസ് റിട്ടൺ ഇൻ പ്രാകൃത് ലാംഗ്വേജ് യൂസിങ് ബ്രഹ്മി സ്ക്രിപ്റ്റ്. പണ്ട് മൗര്യൻസ് ഒക്കെ ഉപയോഗിച്ചിരുന്നതും ബ്രഹ്മി സ്ക്രിപ്റ്റ് ആണ്. അവിടെയും പ്രാകൃത ഭാഷ ഉപയോഗിച്ചിരുന്നു. ഇവിടെ ഈ ഒരു കാലഘട്ടത്തിൽ ചേതീസും പ്രാകൃത ഭാഷയും ബ്രഹ്മി സ്ക്രിപ്റ്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലരും പറയുന്നത് ഇവർ പഴയ ചേതീസുമായിട്ട് കണക്ഷൻ ഉള്ളവരായിരിക്കാം. ഓക്കെ, പണ്ട് മഹാജനപദ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന അതേ ചേതീസിന്റെ ലീനേജ് തന്നെ ആകാം എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, സോ ദിസ് ഇൻസ്ക്രിപ്ഷൻ ഡിസ്ക്രൈബ്സ് അബൌട്ട് ദി അച്ചീവ്മെന്റ്സ് ഓഫ് കിങ് ഖരവേല. നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ചോദിക്കാം, കുറേ രാജാക്കന്മാരുടെയൊക്കെ പേര് തന്നിട്ട് ഇതിൽ ആരൊക്കെയാണ് ജൈനമതം സ്വീകരിച്ചിരുന്ന റൂളേഴ്സ് എന്നൊക്കെ മേ ബി പ്രിലിംസിനൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നോക്കി വയ്ക്കാം. വളരെ ഒരുപാട് ജൈൻ രാജാക്കന്മാരെ നമുക്ക് കാണാൻ കഴിയില്ല, എസ്പെഷ്യലി ഇന്ത്യൻ ഹിസ്റ്ററിയുടെ കോണ്ടെക്സ്റ്റ് എടുക്കുന്ന സമയത്ത്. അതിലൊരു എക്സെപ്ഷനാണ് കിങ് ഖരവേല. നൗ നമ്മൾ പോകുന്നത് അടുത്ത ഡൈനാസ്റ്റിയിലേക്കാണ്. ദ ഫോർത്ത് ഡൈനാസ്റ്റി, ദാറ്റ് ഇസ് ശതവാഹനാസ്. ഏകദേശം 100 BC കാലഘട്ടങ്ങളിൽ ആരംഭിച്ച് 2nd century AD വരെ ഉണ്ടായിരുന്ന ഒരു കിങ്ഡം. ഇന്ത്യയുടെ ഡെക്കാൻ ഭാഗങ്ങൾ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കിങ്ഡം സ്ഥാപിക്കപ്പെട്ടത്. ദ ഫൗണ്ടർ വാസ് സിമുക. 2 പ്രധാനപ്പെട്ട ക്യാപിറ്റൽസ് ആണ് ഇവർക്കുള്ളത്. പ്രതിസ്ഥാന അല്ലെങ്കിൽ ഇന്നത്തെ പൈത്താൻ എന്നൊക്കെ പറയുന്ന പ്രദേശം. ഓക്കെ, പ്രതിസ്ഥാന അല്ലെങ്കിൽ പൈത്തൻ. ദെൻ ദ സെക്കൻഡ് ക്യാപിറ്റൽ വാസ് അമരാവതി. ഈ അമരാവതിക്ക് പല പേരുകളുണ്ട്. മറ്റൊരു പേരാണ് ധരണിക്കോട്ട. ഓക്കെ, ധരണിക്കോട്ട. ആൻഡ് ദിസ് ധരണിക്കോട്ട ഇസ് ഓൾസോ നോൺ ആസ് ധാന്യകടക. ഓക്കെ, ധാന്യകടക. ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ചോദ്യം ഞാൻ കാണിച്ചു തരാം, പിന്നീട് വന്നിട്ടുള്ള ചോദ്യം ഞാൻ ലാസ്റ്റിലേക്ക് വരുമ്പോൾ കാണിച്ചു തരാം. ഈ ധാന്യകടക എന്നറിയപ്പെടുന്ന പ്രദേശം ഏത് ഭാഗത്തായിരുന്നു എന്നൊക്കെയാണ് ചോദ്യം ഉണ്ടായിരുന്നത്. സോ അമരാവതിയുടെ മറ്റൊരു പേരാണ് ധരണിക്കോട്ട, ധാന്യകടക. ഇത് ശരിക്കും ഒരു ബുദ്ധിസ്റ്റ് സെന്റർ ആയിട്ടോ അമരാവതി എന്നൊക്കെ പറയുന്നത്. അപ്പൊ നോക്കുക, 2 ക്യാപിറ്റൽ, ഫൗണ്ടഡ് ബൈ സിമുക. സോ ആദ്യത്തെ രാജാവ് സിമുകനാണ് അല്ലെ. ഏകദേശം ഒരു 100 BC മുതൽ ഒരു 70 BC കാലഘട്ടം വരെയൊക്കെ ഈ സിമുകൻ ഭരിക്കുന്നുണ്ട്. സിമുകന് ശേഷം കൃഷ്ണ അല്ലെങ്കിൽ കൻഹ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. കൻഹയ്ക്ക് ശേഷം സതകർണി ഫസ്റ്റ് വരുന്നുണ്ട്. നിങ്ങൾ നോക്കിയേ, ഈ കിങ്ഡം അത്യാവശ്യം പ്രാധാന്യം ലഭിക്കുന്നത്, ഈ കിങ്ഡത്തിന് അത്യാവശ്യം പ്രാധാന്യം ലഭിക്കുന്നത് സതകർണി ഫസ്റ്റ് എന്ന് പറയുന്ന രാജാവിന്റെ സമയത്താണ്. പുള്ളിയാണ് ഈ സതവാന കിങ്ഡത്തിനെ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഒക്കെ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങുന്നത് സതകർണി ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു രാജാവാണ്. പക്ഷേ കിങ്ഡം അതിന്റെ ജനത്തിലേക്ക് വളർന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഗൗതമിപുത്ര ശതകർണി എന്ന് പറയുന്ന രാജാവിന്റെ സമയത്താണ്. ഓക്കെ, ഏകദേശം ഈ കാലഘട്ടം 2nd century AD കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന രാജാവാണ് ഗൗതമിപുത്ര ശതകർണി. പുള്ളിയുടെ സമയമാണ് ദ ജെനിത്ത്, ദ പീക്ക് പീരീഡ് ഓഫ് ശതവാഹനാസ് എന്ന് പറയുന്നത്. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റൂളർ ഗൗതമിപുത്ര ശതകർണി. ഈ ശതവാന രാജാക്കന്മാർ ഫോളോ ചെയ്തിരുന്ന ഒരു പ്രാക്ടീസാണ് ഈ മാട്രിനോമിക് സൊസൈറ്റി എന്ന് പറയുന്നത്. അതായത് രാജാക്കന്മാരുടെ ആണെങ്കിലും അന്നത്തെ ആൾക്കാരുടെ പേരിനൊപ്പം അമ്മയുടെ, മാതാവിന്റെ പേര് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഗൗതമിപുത്ര ശതകർണി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അമ്മയുടെ പേര് ഗൗതമി ബലശ്രീ എന്നായിരുന്നു. അപ്പോൾ ഗൗതമിയുടെ പുത്രൻ ശതകർണി, ആ ഒരു ടൈറ്റിൽ രാജാക്കന്മാരാണെങ്കിലും അന്നത്തെ ജനങ്ങൾക്കിടയിലും ഇത്തരം ഒരു പ്രാക്ടീസ് ഫോളോ ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഹി ഈസ് ഓൾസോ നോൺ ബൈ ദ ടൈറ്റിൽ ഏകബ്രാഹ്മണ ആൻഡ് ത്രിസമുദ്രാധിപതി. ഏകബ്രാഹ്മണ എന്നും ത്രിസമുദ്രാധിപതി, 3 സമുദ്രങ്ങളുടെയും അധിപതി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. ഡിസ്ട്രോയർ ഓഫ് ഷകാസ്, പഹലവാസ്, യവനാസ്. 3 രാജ്യങ്ങളെ തകർത്ത രാജാവായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഓക്കെ, ഒരേ സമയത്ത് 3 രാജ്യങ്ങൾ. നോക്കിയേ, ഷകാസിലെ അന്നത്തെ രാജാവുണ്ട് നഹപണ എന്ന് പറയുന്നത്. നഹപണയെ കുറിച്ചൊക്കെ ഞാൻ പഠിപ്പിക്കാം. സോ ഷകാസ് രാജ്യം ഭരിച്ചിരുന്ന നഹപണയെ തോൽപ്പിക്കുന്നുണ്ട്, പാർത്തിയൻസിനെ തോൽപ്പിക്കുന്നുണ്ട്, ഗ്രീക്കുകാരെ തോൽപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ്സും മറ്റുമെല്ലാം വിളിച്ചോതുന്ന ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്. നാസിക് പ്രശസ്തി അല്ലെങ്കിൽ നാസിക് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയും.
And this inscription was written by his mother, ഗൗതമി ബലശ്രീ. ഓക്കെ, സ്വന്തം അമ്മ തന്നെ മകനെ കുറിച്ച്, മകന്റെ അച്ചീവ്മെന്റ്സിനെ കുറിച്ച് എഴുതിയ ഒരു ഇൻസ്ക്രിപ്ഷനാണ് നാസിക് പ്രശസ്തി അല്ലെങ്കിൽ നാസിക് ഇൻസ്ക്രിപ്ഷൻ, വിച്ച് ഡീറ്റെയിൽസ് അബൌട്ട് ദി അച്ചീവ്മെന്റ്സ് ഓഫ് ഗൗതമിപുത്ര ശതകർണി. അപ്പോൾ ഒരു വലിയൊരു രാജ്യമാണ്. നോക്കി കാലഘട്ടം നോക്കി 100 BC ആരംഭിച്ച ഒരു കിങ്ഡം 2nd century AD മാത്രമേ അവസാനിക്കുന്നുള്ളൂ. അതായത് ഒരുപാട് രാജാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞൊക്കെ വരുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഈ ഗൗതമിപുത്ര ശതകർണി. സോ ജനറലി ഈ ശതവാഹനാസ് എങ്ങനെയുള്ളവരായിരുന്നു? ഞാൻ ശുംഗാസും കൻവാസൊക്കെ പറഞ്ഞതുപോലെ ഇവരും ഒരു ബ്രാഹ്മണിക്കൽ ഡൈനാസ്റ്റി ആയിരുന്നു. ഇവരുടെയും ഒരു സ്റ്റേറ്റ് ഐഡിയോളജി ആയിട്ടൊക്കെ അവർ കണക്കാക്കുന്നത് ബ്രാഹ്മണിസം തന്നെ. ബ്രാഹ്മണിസം എന്ന് പറയുന്നത് മറ്റേ വേദിക് റിലീജിയനുമായി ബന്ധപ്പെട്ട് വരുന്ന കോൺസെപ്റ്റാണ്. സോ ബ്രാഹ്മണിക്കൽ ആയിട്ടുള്ളൊരു ഡൈനാസ്റ്റി തന്നെയായിരുന്നു ശതവാഹനാസ്. ആൻഡ് ദേ വർ ദ ഫസ്റ്റ് റൂളേഴ്സ് ടു മേക്ക് ലാൻഡ് ഗ്രാൻഡ്സ് ടു ബ്രാഹ്മിൻസ്. ബ്രാഹ്മണന്മാർക്ക് ലാൻഡ് ഗ്രാൻഡുകൾ കൊടുത്തു തുടങ്ങിയ ആദ്യത്തെ ഭരണാധികാരിയാണ് ഇൻ ദിസ് പോസ്റ്റ് മൗര്യൻ പീരീഡ്. പോസ്റ്റ് മൗര്യൻ കാലഘട്ടത്തിൽ ബ്രാഹ്മണന്മാർക്ക് ലാൻഡ് ഗ്രാൻഡുകൾ കൊടുത്തു തുടങ്ങി. അപ്പോൾ ഈ ബ്രാഹ്മണന്മാർക്ക് ലാൻഡ് ഗ്രാൻഡുകൾ കിട്ടുമ്പോൾ ഈ ലാൻഡുകൾ ഗ്രാൻഡ് ചെയ്യുന്നില്ലേ, അപ്പോൾ ഒട്ടുമിക്ക ലാൻഡും ടാക്സ് ഫ്രീ ലാൻഡുകളായിരിക്കും. സോ ബ്രാഹ്മിൻസ് അത്യാവശ്യം പവർഫുൾ ആയിട്ട് മാറും. അവരുടെ ഒരു ഡോമിനേഷൻ നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ കാണാൻ പറ്റും. ബട്ട് എത്രയൊക്കെ ബ്രാഹ്മണിക്കൽ ഡൈനാസ്റ്റി എന്ന് പറഞ്ഞാലും ദിസ് ശതവാഹനാസ് വെർ റിലീജിയസ്ലി ടോളറൻറ്റ്. എല്ലാ മതങ്ങളെയും ഇവർ അതുപോലെ തന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റേറ്റ് ഐഡിയോളജി വാസ് ബ്രാഹ്മണിസം. ആൻഡ് ദേ പാറ്റർനൈസ് പ്രാകൃത് ലാംഗ്വേജ് മോർ ദാൻ സാൻസ്ക്രിറ്റ്. സാധാരണ ഈ ബ്രാഹ്മണിക്കലായിട്ടുള്ള കോണ്ടെക്സ്റ്റുകൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർ കൂടുതലും സംസാരിക്കുന്ന ഭാഷ അല്ലെങ്കിൽ പാറ്റർനൈസ് ചെയ്യാൻ പോകുന്ന ഭാഷ സംസ്കൃതമായിരിക്കും അല്ലേ. പക്ഷെ ഇവർ കൂടുതലും ഉപയോഗിക്കുന്ന ഭാഷ പ്രാകൃതാണ്. ഓക്കെ, ചില തിയറീസ് പറയുന്നുണ്ട് ഇവർ നോർത്തിൽ എസ്പെഷ്യലി ഗാംഗറ്റിക് വാലി ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ചില ബ്രാഹ്മണന്മാരായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവർ പിൽക്കാലത്ത് ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്നു. അങ്ങനെ ഈ ഡെക്കാൻ ഭാഗത്ത് സെറ്റിൽ ചെയ്തവരാണെന്നാണ് പറയപ്പെടുന്നത്, സിമുഖൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ. സോ പണ്ട് ഗാംഗറ്റിക് വാലി ഭാഗങ്ങളിലൊക്കെ കൂടുതൽ സംസാരിക്കുന്ന ഭാഷ പ്രാകൃതമായിരുന്നു. സോ ദേ യൂസ് ടു ഫോളോ ദാറ്റ്. ഓക്കെ, അതുകൊണ്ടായിരിക്കും ഇന്നും അവർ പ്രാകൃത ഭാഷ സംസാരിക്കുന്നത്. ഇവിടെയും രാജാവിന് അത്യാവശ്യം ഒരു റെസ്പെക്റ്റഡ് പൊസിഷൻ കൊടുക്കുന്നുണ്ട്. ഹീസ് നോൺ ആസ് ദി അപ്ഹോൾഡർ ഓഫ് ധർമ്മ. ധർമ്മം പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കണം രാജാവ് എന്ന രീതിയിൽ ഒരു ടൈറ്റിൽ ഉൾപ്പെടെ രാജാക്കന്മാർക്ക് നൽകിയിരുന്നു. ഓക്കെ, ഇതുപോലൊരു ടൈറ്റിൽ ഇതിനു മുമ്പ് നമുക്ക് മൗര്യൻ സാമ്രാജ്യത്തിലും കാണാൻ പറ്റും. അശോകൻ അല്ലെ, ധർമ്മപ്രവർത്തക എന്നാണ് കൗടില്യന്റെ അർത്ഥശാസ്ത്രയ്ക്കകത്തൊക്കെ മൗര്യൻ രാജാക്കന്മാരെ വിളിച്ചത്. അതുപോലൊരു ടൈറ്റിൽ ഇവരും സ്വീകരിച്ചിരുന്നു ആസ് ദി അപ്ഹോൾഡർ ഓഫ് ധർമ്മ. 2 പ്രധാനപ്പെട്ട ബുദ്ധിസ്റ്റ് സെന്റേഴ്സ് ഈ കാലഘട്ടത്തിൽ പ്രോമിനന്റ് ആവുന്നുണ്ട്. ഓക്കെ, ഈ ഡെക്കാൻ ഭാഗത്ത് ഇവരുടെ രാജ്യത്തിന് തന്നെ ഭാഗമായിരുന്ന 2 മേജർ ബുദ്ധിസ്റ്റ് സെന്റേഴ്സ് ഉണ്ട്. ദാറ്റ് ഇസ് വൺ ഇസ് നാഗാർജുന കൊണ്ട ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ദർ സെക്കൻഡ് ക്യാപിറ്റൽ അമരാവതി. ഇവരുടെ രണ്ടാമത്തെ ക്യാപിറ്റൽ കൂടിയാണ് ഈ അമരാവതി അല്ലെ. ഈ 2 സെന്റേഴ്സും പ്രോമിനന്റ് ആവുന്നത് ഈ കാലഘട്ടങ്ങളാണ്. ഒരുപാട് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികളിലും ബുദ്ധിസ്റ്റ് വിഹാരാസ് ഒക്കെ നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ ഇവിടെ കാണാൻ പറ്റും. നോക്കിയേ, അമരാവതി സ്കൂൾ ഓഫ് ആർട്ട്, അമരാവതി സ്കൂൾ ഓഫ് ആർട്ട് അല്ലെങ്കിൽ അമരാവതി സ്കൂൾ ഓഫ് സ്കൾപ്ചർ. നമ്മുടെ പോസ്റ്റ് മൗര്യ കാലഘട്ടങ്ങളിൽ സ്കൾപ്ചർ ആർട്ടിന് അത്യാവശ്യം ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട്. ആർക്കിടെക്ചറിന് പുറമെ സ്കൾപ്ചറിനും അത്യാവശ്യം പ്രാധാന്യം കിട്ടുന്നുണ്ട്. പ്രധാനമായിട്ട് 3 സ്റ്റൈലുകളാണ് ഈ പോസ്റ്റ് മൗര്യ പീരീഡിൽ എമേർജ് ആവുന്നത് സ്കൾപ്ചറൽ ആർട്ട് ഫോംസിൽ. അതിലൊന്ന് ഗാന്ധാര ആർട്ട്, 2 മധുര ആർട്ട്, 3 അമരാവതി ആർട്ട്. ഇതിൽ ഈ അമരാവതി സ്കൂള് പാറ്റർനൈസ് ചെയ്യുന്നത് ശതവാഹനാസാണ്. നോക്കി, ഈ കാണുന്ന പിക്ചർ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. അമരാവതി ഭാഗങ്ങളിലൊക്കെ പ്രോമിനന്റ് ആയിരുന്ന സ്കൾപ്ചറൽ ആർട്ട് ഫോം ആണ്. അതിനൊരു എക്സാമ്പിൾ ഞാനിവിടെ കാണിച്ചിട്ടുണ്ടെന്നുള്ളൂ. ഒട്ടുമിക്ക ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികളിലും വിഹാരാസിലെല്ലാം ഇത്തരം സ്കൾപ്ചേഴ്സ് ഡെപ്പിക്ട് ചെയ്തിരിക്കുന്ന കാണാൻ പറ്റും. ഒരു കോമൺ തീം എന്താന്ന് വെച്ചാൽ കൂടുതലും ജാതക സ്റ്റോറീസ് ആയിരിക്കും ഇവരിവിടെ ഡെപ്പിക്ട് ചെയ്യുക. ഓക്കെ, ഒരു കോമൺ തീം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ജാതക സ്റ്റോറീസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബുദ്ധന്റെ പൂർവ്വകാല ജന്മങ്ങളെ കുറിച്ചുള്ള കഥകളാണ് അല്ലെ. പൂർവ്വകാല ജന്മത്തിൽ ബുദ്ധൻ ആരായിരുന്നു, എന്തായിരുന്നു എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ജാതക സ്റ്റോറീസ്. അപ്പോൾ ഈ ജാതക സ്റ്റോറീസ് ആയിരിക്കും കോമൺ തീം. ആൻഡ് ഇവർ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ കോമൺലി വൈറ്റ് മാർബിൾ ആയിരുന്നു. അതും ഇപ്പോൾ ഗാന്ധാര ആർട്ടിൽ നിന്നും അതുപോലെ മധുര ആർട്ടിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയാണ്. അവിടെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഹിയർ ദേ യൂസ് വൈറ്റ് മാർബിൾ. അതും ഒരു പ്രത്യേകതയാണ്.
ഇൻഡിവിജ്വൽ ബുദ്ധന്റെ ഇമേജുകൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഓക്കെ, ബുദ്ധന്റെ ഇമേജ് അങ്ങനെ ഇൻഡിവിജ്വൽ ഡെപ്പിക്ട് ചെയ്തിരിക്കുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ് ഇൻ ദിസ് അമരാവതി ആർട്ട്. നോട്ട് ചെയ്ത് വെക്കുക, ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മൾ പോകുന്നത് ചില ഫോറിൻ കിങ്ഡംസിലേക്കാണ്. ഇതേ പോസ്റ്റ് മൗര്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ചില ഫോറിൻ ഗ്രൂപ്പുകളെ കുറിച്ചാണ്. സ്റ്റാർട്ടിങ് വിത്ത് ഗ്രീക്സ്, ഇൻഡോ ഗ്രീക്സ് അല്ലെങ്കിൽ യവനാസ് എന്നൊക്കെ വിളിക്കും. നമ്മുടെ മഗധ ഭാഗത്ത് ശുംഗാസും കൻവാസൊക്കെ ഉണ്ടായിരുന്ന അതേ സമയങ്ങളിൽ തന്നെയാണ് നോർത്ത് വെസ്റ്റേൺ ഭാഗത്ത് ഇതുപോലെ ഗ്രീക്കുകാരുണ്ടായിരുന്നു. ഓക്കെ, ഇൻഡോ ഗ്രീക്സ്. ദീസ് ഇൻഡോ ഗ്രീക്സ് എമേർജ് ഫ്രം ഗ്രേക്കോ ബാക്ട്രിയൻ കിങ്ഡംസ്. നോക്കേ, മൗര്യൻ സാമ്രാജ്യം ഉണ്ടാകുന്ന സമയത്ത്, അല്ലെ, ചന്ദ്രഗുപ്ത മൗര്യയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു സെലൂസിഡ് എംപയർ എന്ന് പറയുന്നൊരു സാമ്രാജ്യം ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ ഭാഗത്തുണ്ടായിരുന്നു. സെലൂക്കസ് നിക്കേറ്റർ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് റൂളറിന്റെ അണ്ടറിൽ ഒരു സെലൂസിഡ് എംപയർ ഉണ്ടായിരുന്നു ഇൻ ദി നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ, എസ്പെഷ്യലി ഇൻ ബലൂചിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ റീജിയൻ. ഈ സെലൂക്കസ് നിക്കേറ്ററുമായിട്ട് ചന്ദ്രഗുപ്ത മൗര്യ നല്ല ബന്ധം ഉണ്ടാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ മകളെ ചന്ദ്രഗുപ്ത മൗര്യ വിവാഹം ചെയ്യുന്നുണ്ട്. അപ്പൊ പണ്ട് മുതലേ അങ്ങനെ ഒരു ഗ്രീക്ക് കിങ്ഡം നോർത്ത് വെസ്റ്റേൺ ഭാഗത്തുണ്ട്. പക്ഷേ ഈ സെലൂസിഡ് എംപയർ ഒരു കാലഘട്ടം അവർ തകർക്കപ്പെടും. നിയർലി ഒരു 200 BC കാലഘട്ടം, 200 അല്ല, നിയർലി ഒരു 250 BC, ഇവിടെ അശോകന്റെ ഒക്കെ കാലഘട്ടം ആകുമ്പോൾ ഈ സെലൂസിഡ് എംപയർ തകർക്കപ്പെടും. ആ എംപയർ തകർന്നതിന് ശേഷം ഫോം ചെയ്യപ്പെട്ട ഒരു കിങ്ഡമാണ് ഈ പറയുന്ന ഗ്രേക്കോ ബാക്ട്രിയൻ കിങ്ഡം. നമ്മുടെ അഫ്ഗാനിസ്ഥാനിലെ ബാക്ട്രിയ ബേസ് ചെയ്തുകൊണ്ട് വന്നൊരു കിങ്ഡമാണ് ഗ്രേക്കോ ബാക്ട്രിയൻ കിങ്ഡം. ആൻഡ് ദിസ് കിങ്ഡം വാസ് ഫൗണ്ടഡ് ബൈ ഡിയോഡോട്ടസ് I അറൌണ്ട് 250 BC. പക്ഷേ ഈ ഗ്രേക്കോ ബാക്ട്രിയൻ കിങ്ഡം അത്രയും പൊളിറ്റിക്കലി സ്റ്റേബിൾ ആയിരുന്നൊരു കിങ്ഡം ആയിരുന്നില്ല. ഗ്രാജുവലി ഈ കിങ്ഡം തകരാൻ തുടങ്ങുന്നു. ആൻഡ് അതിൻ്റെ വൺ ഓഫ് ദി ബ്രാഞ്ച്, ഈ ഗ്രേക്കോ ബാക്ട്രിയൻ കിങ്ഡത്തിന്റെ വൺ ഓഫ് ദി ബ്രാഞ്ച് പതുക്കെ ഇന്ത്യക്കകത്തോട്ട് കയറി വരാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ വൺ ഓഫ് ദി ഫസ്റ്റ് റൂളർ വാസ് ഡെമെട്രിയസ് ഫസ്റ്റ്. ഗ്രേക്കോ ബാക്ട്രിയൻ കിങ്ഡം തകർക്കപ്പെടുന്നു. അതിൻ്റെ വൺ ഓഫ് ദി ബ്രാഞ്ച് ഇന്ത്യക്കകത്തോട്ട് കയറി വരാൻ നോക്കുന്നു അറൌണ്ട് 200 BC, led by Demetrius first. So the first major invasion of Indo-Greeks into India came under the period of Demetrius. ഈ ഡെമെട്രിയസ് നമ്മുടെ പുഷ്യമിത്ര ശുംഗയുടെ കണ്ടംപററി ആയിരുന്നു. നമ്മുടെ പുഷ്യമിത്ര ശുംഗ ഉണ്ടല്ലോ, ശുംഗ എംപയർ ഭരിച്ചിരുന്ന അദ്ദേഹത്തിന്റെ കണ്ടംപററി ആയിരുന്നു. ഡെമെട്രിയസ് മഗധ ഭാഗത്തേക്ക് ഒരു എക്സ്പെഡിഷൻ നടത്തുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു, പുഷ്യമിത്ര ശുംഗ സക്സസ്ഫുള്ളി ഡിഫെൻഡഡ് ദിസ് ഇൻവേഷൻ. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മുടെ പഞ്ചാബ്, രാജസ്ഥാൻ ഭാഗങ്ങളിലേക്ക് ഓൾറെഡി ഇവർ എത്തിയിട്ടുണ്ട്. ഇൻഡോ ഗ്രീക്സിന്റെ ഒരു എക്സ്പാൻഷൻ നമുക്ക് കാണാൻ പറ്റും, നോർത്ത് വെസ്റ്റ് മുതൽ രാജസ്ഥാൻ, പഞ്ചാബ് ഭാഗം വരെ. ഏറ്റവും പ്രധാനപ്പെട്ട രാജാവ് ഗ്രേക്കോ ബാക്ട്രിയൻ കിങ്ഡത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഡോ ഗ്രീക്ക് കിങ്ഡംസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജാവുണ്ട്. നമ്മുടെ ഡെമെട്രിയസിനൊക്കെ ശേഷം ഭരിച്ചിരുന്ന ഒരു റൂളർ. ഹിസ് നെയിം വാസ് മിനാൻഡർ, അല്ലെങ്കിൽ അദ്ദേഹത്തെ മിലിൻഡ എന്നും വിളിക്കും. ഓക്കെ, മിലിൻഡ എന്നും ലോക്കലി അറിയപ്പെട്ടിരുന്നു മിനാൻഡർ. ഒരു 160, ഏകദേശം 165 to 130 BC കാലഘട്ടങ്ങളിൽ എപ്പോഴും ജീവിച്ചിരുന്ന വ്യക്തിയാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇദ്ദേഹത്തിന്റെ സമയത്ത് ദർ ക്യാപിറ്റൽ വാസ് അറ്റ് ഷഗാല. ഷഗാല എന്ന് വെച്ചാൽ ഇന്നത്തെ സിയാൽകോട്ട് ഉണ്ടല്ലോ, പഞ്ചാബ് ഭാഗത്തിൽ, പാകിസ്ഥാൻ പഞ്ചാബ് റീജിയൻസിലുള്ള സിയാൽകോട്ട് ഭാഗം. സിയാൽകോട്ട് വാസ് ദി ക്യാപിറ്റൽ ഓഫ് ദിസ് മിനാൻഡർ. ഓക്കെ, ബുദ്ധിസത്തിലേക്ക് ലേറ്റർ കൺവേർട്ടഡ് ആവുന്നുണ്ട് ആഫ്റ്റർ എ ഡിസ്കഷൻ വിത്ത് നാഗസേന. നാഗസേന എന്ന് പറയുന്ന ഒരു ബുദ്ധിസ്റ്റ് സന്യാസിയുമായിട്ട് ഒരു ഡിസ്കഷനൊക്കെ പുള്ളി നടത്തുന്നുണ്ട്, ഒരു കോൺവെർസേഷനൊക്കെ നടത്തുന്നുണ്ട്. ഒരു ഡിബേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഡിബേറ്റ് പോലെ നാഗസേന എന്ന് പറയുന്ന ഒരു ബുദ്ധിസ്റ്റ് സ്കോളറും ഈ മിലിൻഡയും തമ്മിൽ ഒരു ഡിസ്കഷൻ നടത്തും. അതിനുശേഷം ഹി വാസ് കൺവേർട്ടഡ് ടു ബുദ്ധിസം ബൈ ദിസ് നാഗസേന. നാഗസേന ബുദ്ധിസ്റ്റ് സ്കോളറായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ മിനാൻഡർ ബുദ്ധമതം സ്വീകരിക്കും. ഇവർ തമ്മിൽ നടക്കുന്ന ഈ കോൺവെർസേഷൻ ഡീല് ചെയ്യപ്പെടുന്ന ഒരു ടെക്സ്റ്റാണ് മിലിൻഡ പൻഹ അല്ലെങ്കിൽ മിലിൻഡ പൻഹോ എന്ന് പറയുന്നത്. ഇതൊരു ഫേമസ് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റാണ്. നാഗസേനയും മിലിൻഡയും തമ്മിൽ നടന്ന കോൺവെർസേഷനാണ് നമുക്ക് ഈ മിലിൻഡ പൻഹോയിൽ കാണാൻ പറ്റുക. അപ്പോൾ കൂടുതലും എന്തിനെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുക? ബുദ്ധമതത്തെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ഓർത്തു വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. മിനാൻഡറും ഇതുപോലെ തന്നെ ശുംഗ രാജ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ കൻവ രാജ്യങ്ങളുമായിട്ടൊക്കെ ചില കോൺഫ്ലിക്റ്റുകളിൽ ഏർപ്പെടുന്നുണ്ട് കേട്ടോ ഈ സമയങ്ങളിൽ. പക്ഷെ അവരെ സക്സസ്ഫുള്ളി ശുംഗാസ് ഡിഫെൻഡ് ചെയ്യും.
നോക്കേ, ഇത് ഈ കാലഘട്ടങ്ങളിൽ ഇറക്കപ്പെട്ട ചില കോയിൻസ് ആണ്. കുറേയൊക്കെ മിനാൻഡറിന്റെ കാലഘട്ടത്തിലാണ് വരുന്നത്. ഇതൊക്കെ ഇൻഡോ ഗ്രീക്ക് കോയിൻസ് ആണ്. ഇത് ചില കോയിനുകളിൽ ഈ മിനാൻഡറിനെ ദി അപ്ഹോൾഡർ ഓഫ് ധർമ്മചക്ര എന്ന് വിളിക്കാറുണ്ട്. ദി അപ്ഹോൾഡർ ഓഫ് ധർമ്മചക്ര. അപ്പം അതായത് ഇവരും ധർമ്മം എന്ന് പറയുന്ന പോളിസിക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന ആൾക്കാരാണ്. ഓക്കെ, ദി അപ്ഹോൾഡർ ഓഫ് ധർമ്മചക്ര. ആ ഒരു ടൈറ്റിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അറിയുന്നത് ഹി വാസ് ലേറ്റർ കൺവേർട്ടഡ് ടു ബുദ്ധിസം എന്ന്. ഓക്കെ, ബുദ്ധമതം സ്വീകരിച്ചിരുന്ന വ്യക്തിയാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടിയാണ്, ഈ ഫോറിനേഴ്സായിട്ട് വരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഇന്ത്യൻ സൊസൈറ്റിയുടെ ഭാഗമാകണമെങ്കിൽ either they should choose Buddhism or Jainism. ഏതെങ്കിലും ഒരു ഹെറ്ററോഡോക്സ് സെക്ടറിന്റെ ഭാഗമായാലേ പെട്ടെന്ന് അവർക്ക് ഇന്ത്യൻ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് മാറാൻ കഴിയുള്ളൂ. അല്ലാതെ ബ്രാഹ്മണിക്കൽ റിലീജിയനിലേക്ക് പോകാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബ്രാഹ്മണിക്കൽ റിലീജിയനിൽ അന്ന് ഈ കാസ്റ്റ് സിസ്റ്റവും ചതുർവർണ്ണ സിസ്റ്റവും ഒക്കെ ഉള്ളതുകൊണ്ട് അവർ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു. സോ ഏറ്റവും എളുപ്പം എന്താണ്, either join Buddhism or join Jainism. ഓക്കെ, അതുകൊണ്ട് ഒട്ടുമിക്ക ഫോറിനേഴ്സും ഒരു കാലഘട്ടത്തിൽ ബുദ്ധമതമാണ് സ്വീകരിക്കുക. ജൈനമതം കുറച്ച് ഡിഫിക്കൽട്ടാണ്, പ്രാക്ടീസ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു റിലീജിയൻ ആയിരുന്നു ഈ ജൈനിസം എന്ന് പറയുന്നത് കേട്ടോ. നോക്കിയേ, ഗാന്ധാര സ്കൂൾ. ഞാൻ നിങ്ങളോട് പറഞ്ഞു പ്രധാനമായിട്ടും 3 സ്കൾപ്ചറൽ സ്കൂൾസ് ആണ് പോസ്റ്റ് മൗര്യ പീരീഡിൽ എമേർജ് ചെയ്യുന്നത് അല്ലേ. അതിൽ ഒന്ന് അമരാവതി, ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞു, ശതവാഹനാസിന്റെ കാലഘട്ടത്തിലാണ് പാറ്റേണൈസ് ചെയ്യപ്പെട്ടത്. നൗ ദ സെക്കൻഡ് വൺ ഈസ് ഗാന്ധാര. ഗാന്ധാര സ്കൂൾ ഓഫ് സ്കൾപ്ചർ. ഗാന്ധാര ആർട്ട് ശരിക്കും പറഞ്ഞാൽ ആദ്യം തുടക്കം കുറിക്കുന്നത്, അതിനൊരു ഇനിഷ്യൽ കോഴ്സ് നൽകുന്നത് ഈ ഇൻഡോ ഗ്രീക്സാണ്. ഈ കാണുന്നത് ഗാന്ധാര ആർട്ടാണ്. നമ്മുടെ പണ്ടത്തെ ഗാന്ധാര കിങ്ഡം ഒക്കെ ഉണ്ടല്ലോ, മഹാജനപദ, ഇന്നത്തെ അഫ്ഗാനിസ്ഥാന്റെ ഭാഗം, അവിടെയൊക്കെ പ്രോമിനൻ്റ് ആയിരുന്ന ഒരു സ്കൂൾ ഓഫ് സ്കൾപ്ചറാണ്. നോക്കി, ഇവിടെ നമുക്കൊരു ഇൻഡിവിജ്വൽ ബുദ്ധനെ കാണാൻ പറ്റും. ബുദ്ധിസമാണ് പ്രധാനപ്പെട്ട തീം. ഇൻഡിവിജ്വൽ ബുദ്ധന്റെ സ്കൾപ്ചർ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, കാണാൻ തന്നെ ഏകദേശം ഒരു ഗ്രീക്ക് ടച്ച് നമുക്ക് ബുദ്ധനിൽ കാണാൻ പറ്റും അല്ലേ. ഒരു ചുരുണ്ട മുടിയൊക്കെയുള്ള, അത് ചുരുണ്ട മുടിയല്ല, ഒച്ചു വന്നിരുന്നതെന്നൊക്കെ ഒരു സ്റ്റോറി ഉണ്ട്. പക്ഷെ എന്നാലും കേളി ഹെയർസ് അല്ലെ. അതുപോലെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ നോക്കിയേ, ബ്ലൂ ഗ്രേഷ് സാൻഡ്സ്റ്റോൺ കൊണ്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരുന്നത്. ഈ ബ്ലൂ ഗ്രേഷ് സാൻഡ്സ്റ്റോൺ എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഒരു ഇൻഡിജിനസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഒന്നും അല്ല. കുറെ കൂടി നോർത്ത് വെസ്റ്റേൺ പാർട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഗ്രീക്ക് ടച്ച് ഉള്ള മെറ്റീരിയൽസ് ആണ്. സോ അത്തരം മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നിർമ്മിക്കപ്പെട്ടത്. ബുദ്ധനെ കാണാൻ തന്നെ ഒരു ദൈവീകതയൊക്കെയാണ്, ഡിവൈൻ ലുക്കിലാണ് അല്ലേ. ഒരു സന്യാസിയുടെ രൂപത്തിലേക്കാണ് ബുദ്ധൻ ഇരിക്കുന്നത്. ബുദ്ധൻ ഈസ് മെഡിറ്റേറ്റിംഗ്. ഓക്കെ, നോ ഓർണമെന്റ്സ്, ഡ്രാപ്പറി സ്റ്റൈൽ ക്ലോത്തിങ് ആണ്, യോഗിക് പോസ്റ്ററിലാണ് ഇരിക്കുന്നത്, ചുരുണ്ട മുടി, ദെൻ ചുറ്റും അല്ലെ പുറകിലെ ഒരു ഹാലോ, ഒരു ഓറ ഉണ്ട്. ഇതാണ് ഗാന്ധാര ആർട്ട്. പിന്നെ വളരെയധികം ഹൈലി ഡിഫൈൻഡ് ആണ്. ബുദ്ധനെ വളരെയധികം ബെറ്റർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. വളരെ ക്ലാരിറ്റി ഉള്ളൊരു സ്കൾപ്ചറാണ് അല്ലെ. ഹാഫ് ക്ലോസ്ഡ് ഐസ് ഓഫ് ബുദ്ധ ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ഗാന്ധാര സ്റ്റൈലിന്റെ പ്രത്യേകത. അമരാവതി ഏത് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത്? കുറച്ചുകൂടി മാർബിൾ, വൈറ്റ് മാർബിൾ ആണെങ്കിൽ ഇത് സാൻഡ്സ്റ്റോൺ ആണ്, ബ്ലൂ ഗ്രേഷ് സാൻഡ്സ്റ്റോൺ. ഇനി അടുത്ത ഗ്രൂപ്പിലേക്ക് പോവാം, ഇൻഡോ സിന്ധ്യൻസ് ഓർ ഷക്കാസ്. ഇൻഡോ സിന്ധ്യൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിന്ധ്യൻസ് എന്ന് പറയുന്ന കൂട്ടർ ശരിക്കും സെൻട്രൽ ഏഷ്യ ഭാഗത്തുണ്ടായിരുന്ന ഒരു എത്നിക് ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ട്രൈബൽ ഗ്രൂപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സിന്ധ്യൻസ് അവരുടെ ഒറിജിനൽ ലൊക്കേഷൻ സെൻട്രൽ ഏഷ്യ ആണ്, നമ്മുടെ ഇന്നത്തെ ഇറാൻ ഇറാഖ് ഭാഗങ്ങളിലൊക്കെ ആയിരുന്നു. ഏകദേശം ഒരു 2nd സെഞ്ച്വറി BC BC 2ാം നൂറ്റാണ്ടോട് കൂടി അവർ പതുക്കെ ഇന്ത്യക്കകത്തോട്ട് കയറി വരാൻ നോക്കുന്നുണ്ട്. ഇന്ത്യക്കകത്തോട്ട് കയറി വരാൻ ശ്രമിച്ച ആദ്യത്തെ രാജാവാണ്, ആദ്യത്തെ വ്യക്തിയാണ് മോഗ അല്ലെങ്കിൽ മൗസ്. ഏത് സാഹചര്യങ്ങളിലാണ് ഈ സിന്ധ്യൻസ് അകത്തോട്ട് കയറി വരാൻ ശ്രമിച്ചത്? ഇതിനു മുമ്പ് അല്ലെങ്കിൽ ഇതിനപ്പുറമായിട്ട് കുഷാനാസ് ഈ സമയത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, കുഷാനാസ് ആണ് ഇവർ ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്യുന്നത്. കുഷാനാസ് അവിടെ നിന്നുകൊണ്ട് അവർ ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്യും. അപ്പോൾ ഇവിടെയുള്ള സിന്ധ്യൻസ് എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് അകത്തോട്ട് കയറും. അങ്ങനെ പുഷ് ചെയ്തിട്ടാണ് സിന്ധ്യൻസ് ബൈ 2nd സെഞ്ച്വറി BC ഇന്ത്യക്ക് അകത്തോട്ട് കയറുന്നത്. ഫസ്റ്റ് റൂളർ വാസ് മൗസ്. മൗസിന് ശേഷം വീണ്ടും 1-2 രാജാക്കന്മാരെ മാറി വരുന്നുണ്ട്. അസസ് എന്നൊക്കെ പറഞ്ഞ ചില റൂളേഴ്സ് ഉണ്ട്. പക്ഷെ അവരെക്കുറിച്ചൊന്നും വലിയ പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ പഠിക്കേണ്ട ആവശ്യം ഇല്ല. ഈ സിന്ധ്യൻസ് ശരിക്കും ഒരു ഗ്രൂപ്പാണെന്ന് ചോദിച്ചാൽ അല്ല, പല എത്നിക് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരാണ് ഈ ഷകാസ്. പല കാലഘട്ടങ്ങളിലായിട്ടാണ് ഇന്ത്യക്കകത്തോട്ട് കയറി വരുന്നത്, അല്ലാതെ സിംഗിൾ കിങ്ഡം ആയിട്ടല്ല വരുന്നത്. ഓക്കെ, കുറേ പ്രിൻസിപ്പാലിറ്റീസ് ഉള്ള ഒരുപാട് ഗ്രൂപ്പുകൾ, ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഇതിനകത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. നിയർലി ഒരു 5 കമ്മ്യൂണിറ്റീസ് ഉണ്ടായിരുന്നു, 5 ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നു ഷകാസിന്. ഓക്കെ, ഓരോരുത്തരും ഓരോ പ്രദേശം ബേസ് ചെയ്തിട്ടാണ് ഭരിക്കുന്നത്.
ചില ഷഗാസ് കമ്മ്യൂണിറ്റീസ് അഫ്ഗാനിസ്ഥാൻ ബേസ് ചെയ്ത് ഭരിക്കുന്നുണ്ട്. ചില ഷഗാസ് കമ്മ്യൂണിറ്റീസ് പഞ്ചാബ് ഭാഗത്ത് ഭരിക്കുന്നുണ്ട്. ചിലർ മധുര എന്ന് പറയുമ്പോൾ നമ്മുടെ UP അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചിലർ മഹാരാഷ്ട്ര, സൗരാഷ്ട്ര ഭാഗങ്ങൾ, ചിലർ സെൻട്രൽ ഇന്ത്യ ഭാഗങ്ങൾ. ഇങ്ങനെ ഒരു 5 ബ്രാഞ്ചുകളായിട്ട് തിരിഞ്ഞിട്ടാണ് പലരും പല ഭാഗങ്ങളിലായിട്ട് ഭരിക്കുന്നത്. അങ്ങനെ ഒരു സ്കാറ്റേർഡ് കമ്മ്യൂണിറ്റിയാണ് ശരിക്കും ഈ സിന്ധിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ആദ്യത്തെ 3 ബ്രാഞ്ച് ഉണ്ടല്ലോ, അഫ്ഗാനിസ്ഥാൻ, പഞ്ചാബ്, മധുര, ഈ 3 ബ്രാഞ്ചുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അതിനെ ഭദ്രമുഖാസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഭദ്രമുഖാസ്. അവസാനത്തെ 2 ബ്രാഞ്ച് അല്ലെങ്കിൽ കുറച്ച് താഴെത്തട്ടിലുള്ള മഹാരാഷ്ട്ര, സൗരാഷ്ട്ര, സെൻട്രൽ ഇന്ത്യ ഭാഗത്തുള്ള ബ്രാഞ്ചിനെ കർദമുഖ എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ 2 ബ്രാഞ്ചുകളായിട്ട് ഇവർ മെയിൻലി ഉണ്ട്. പക്ഷേ 2 അല്ല 5 ബ്രാഞ്ചുകളായിട്ട്. അതിൽ ആദ്യത്തെ 3 ബ്രാഞ്ചിനെ ഭദ്രമുഖാസ് എന്നും അവസാനത്തെ 2 ബ്രാഞ്ചുകളെ കർദമുഖാസ് എന്നും വിളിക്കും. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഏകദേശം ഒരു 1st സെഞ്ച്വറി AD കഴിഞ്ഞപ്പോൾ, ഓക്കെ, AD 1-ാം നൂറ്റാണ്ടോട് അടുപ്പിച്ച് അല്ലെങ്കിൽ അത് കഴിയും തോറും പതുക്കെ ഇതിൽ ആദ്യത്തെ 3 ബ്രാഞ്ചുകൾ തകർന്നു തുടങ്ങും. ആദ്യം മുതലേ ഉണ്ടായിരുന്നു, അവിടെ നിന്നാണല്ലോ വന്നത്. അഫ്ഗാനിസ്ഥാൻ, പഞ്ചാബ്, മധുര ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ഈ ഭദ്രമുഖാസ് എന്ന് പറയുന്ന ബ്രാഞ്ച് ഓൾമോസ്റ്റ് തകർന്നു തുടങ്ങും. ആൻഡ് ദേ വെർ റീപ്ലേസ്ഡ് ബൈ അതർ ഗ്രൂപ്പ്സ് ലൈക്ക് കുഷാനാസ്. ഓക്കെ, നോർത്ത് വെസ്റ്റേൺ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ഷഗാസിനെ റീപ്ലേസ് ചെയ്ത് അവിടെ കുഷാനാസ് ഒക്കെ തിരിച്ചു വരും. പക്ഷെ അപ്പോഴും സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയൊരു ബ്രാഞ്ചാണ് കർദമഗാസ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി വെസ്റ്റേൺ സെൻട്രൽ ഇന്ത്യ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ബ്രാഞ്ച്, മഹാരാഷ്ട്ര, സൗരാഷ്ട്ര, സെൻട്രൽ ഇന്ത്യ ഭാഗത്തുണ്ടാകുന്ന ബ്രാഞ്ച് വീണ്ടും മുന്നോട്ട് പോകുന്നുണ്ട്. ബട്ട് ലേറ്റർ ദീസ് ഗ്രൂപ്പ്സ് കെയിം ടു ബി നോൺ ആസ് വെസ്റ്റേൺ ക്ഷത്രപാസ്. ഓക്കെ, ഈ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു 27 ഇൻഡിപെൻഡന്റ് ഷക പ്രിൻസിപ്പാലിറ്റീസിന്റെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ ഈ വെസ്റ്റേൺ ക്ഷത്രപാസ് എന്ന് പറയുന്നത്. വെസ്റ്റേൺ ക്ഷത്രപാസും ഷഗാസ് തന്നെയാണ്. ഓക്കെ, ഷഗാസ് തന്നെയാണ്. ഈ 2 ബ്രാഞ്ചുകളുടെ കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുന്നതാണ് വെസ്റ്റേൺ ക്ഷത്രപാസ്. പക്ഷെ അവര് ഏത് കാലഘട്ടം വരെ നീണ്ടു നിൽക്കുന്നുണ്ട്? നിയർലി 5th സെഞ്ച്വറി AD കാലഘട്ടം വരെ എക്സിസ്റ്റ് ചെയ്യും. അത്യാവശ്യം ലോങ് ഡ്യൂറേഷനിൽ എക്സിസ്റ്റ് ചെയ്ത ഒരു ഷക ഗ്രൂപ്പാണ് ഈ വെസ്റ്റേൺ ക്ഷത്രപ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കൂടുതലും പഠിക്കുക ഇവരെ കുറിച്ചായിരിക്കും. ഇവരിലെ 1-2 രാജാക്കന്മാരെ കുറിച്ചായിരിക്കും കൂടുതൽ നമ്മൾ പഠിക്കുക. ആദ്യത്തെ 3 ബ്രാഞ്ചുകൾക്ക് വലിയ പ്രാധാന്യം ഇന്ന് കൊടുക്കാൻ നോക്കണ്ട. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ഫസ്റ്റ് ഷക റൂളർ മോഗ ഒക്കെ ഉണ്ടല്ലോ, മോഗയൊക്കെ ശരിക്കും അഫ്ഗാനിസ്ഥാൻ, പഞ്ചാബ് ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന രാജാവാണ്. ഇനി വെസ്റ്റേൺ ക്ഷത്രപ ഭാഗങ്ങൾ ഭരിച്ചിരുന്ന 1-2 രാജാക്കന്മാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. സ്റ്റാർട്ടിങ് വിത്ത് നഹപണ. ഓക്കെ, നഹപണ എന്ന് പറഞ്ഞ രാജാവ് ഉണ്ടായിരുന്നു നമ്മുടെ മഹാരാഷ്ട്ര, നാസിക് ഭാഗം. വെസ്റ്റേൺ ക്ഷത്രപയിൽ തന്നെ മഹാരാഷ്ട്ര ബേസ് ചെയ്തുണ്ടായിരുന്ന ഒരു രാജാവാണ് നഹപണ. ഒരു 119 to 125 AD കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു നഹപണ ഗോട്ട് ലേറ്റർ ഡിഫീറ്റഡ് ബൈ ഗൗതമിപുത്ര ശതകർണി. അല്ലെ, ഗൗതമിപുത്ര ശതകർണി ഒരേ സമയത്ത് ഷകാസിനെയും പഹലവാസിനെയും യവനാസിനെയും ഒക്കെ തോൽപ്പിച്ചിരുന്നില്ലേ? അതിൽ അന്നത്തെ ഷക രാജാവായിരുന്നു ഈ നഹപണ. നഹപണ ഗോട്ട് ഡിഫീറ്റഡ് ബൈ ശതകർണി. അതോടുകൂടി ഈ ഒരു ബ്രാഞ്ച്, ഈ നാസിക് ബേസ് ചെയ്തിട്ടുള്ള വെസ്റ്റേൺ ക്ഷത്രപ ബ്രാഞ്ച് പതുക്കെ ഡിക്ലൈൻ ചെയ്ത് തുടങ്ങും. ഓക്കെ, നാസിക് ബേസ് ചെയ്തിട്ടുള്ള വെസ്റ്റേൺ ക്ഷത്രപ. വെസ്റ്റേൺ ക്ഷത്രപാസ് എന്ന് പറയുമ്പോൾ 27 ഇൻഡിപെൻഡന്റ് പ്രിൻസിപ്പാലിറ്റീസ് ആണ്. അതിൽ നാസിക് ബേസ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകളുടെ ഒരു തകർച്ച നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം എമേർജ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ കൂടുതൽ പ്രാധാന്യം ലഭിച്ചൊരു വ്യക്തിയാണ് ചസ്താന. അതിനുശേഷം സക്സസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, കാരണം നഹപണയ്ക്ക് ഒരേ സമയങ്ങളിൽ തന്നെ കണ്ടംപററി ആയിട്ട് ഉണ്ടായിരുന്ന വ്യക്തിയാണ് ചസ്താന. പക്ഷേ നഹപണയുടെ തകർച്ചയ്ക്ക് ശേഷം ചസ്താന കുറച്ചുകൂടി പ്രാധാന്യം കിട്ടി തുടങ്ങുന്നുണ്ട്. ഹി വാസ് എ റൂളർ ഓഫ് ഉജ്ജയിൻ റീജിയൻ. നമ്മുടെ വെസ്റ്റേൺ ക്ഷത്രപയിൽ തന്നെ സെൻട്രൽ ഇന്ത്യ, ഉജ്ജയിൻ ഭാഗങ്ങൾ ബേസ് ചെയ്ത് ഭരിച്ചിരുന്ന വ്യക്തിയാണ് ചസ്താന. കാലഘട്ടം നോക്കി 78 to 130 AD. ഒരു പരിധിക്കപ്പുറം നഹപണയുടെ കണ്ടംപററി ആണ്. പക്ഷേ നഹപണയുടെ മരണശേഷമാണ് ചസ്താനയുടെ ഒരു പ്രാധാന്യം വർദ്ധിക്കുന്നത്. നിയർലി ഫോർ 5 to 10 years, അത്രയേ ഉള്ളൂ. 5-10 വർഷങ്ങൾ ആണ് ഈ ചസ്താനയുടെ ഏറ്റവും പീക്ക് കാലഘട്ടമായിട്ട് പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം വന്നൊരു വ്യക്തിയാണ് രുദ്രദാമൻ. ഒരു 130 AD ചസ്താനയുടെ ഒക്കെ സക്സസർ ആയിട്ടാണ് പറയപ്പെടുന്നത് രുദ്രദാമൻ. രുദ്രദാമന്റെ വളരെ പ്രശസ്തമായൊരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്, ദാറ്റ് ഇസ് ജുനഗത് റോക്ക് ഇൻസ്ക്രിപ്ഷൻ. ഇതൊരു കംപ്ലീറ്റ് സാൻസ്ക്രിറ്റ് ഇൻസ്ക്രിപ്ഷൻ ആണ്. സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ കംപ്ലീറ്റ് സാൻസ്ക്രിറ്റിൽ എഴുതപ്പെട്ട ആദ്യത്തെ ഇൻസ്ക്രിപ്ഷൻ ആയിട്ടൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ഒരു കല്ലിൽ കാണുന്ന
ഗുജറാത്തിലെ ജുനഗദ് എന്ന് പറയുന്ന ഭാഗത്തുള്ള അല്ലെങ്കിൽ ഗിർനാർ ഹിൽസിലുള്ള ഒരു റോക്ക് ഇൻസ്ക്രിപ്ഷൻ, ജുനഗദ് റോക്ക് ഇൻസ്ക്രിപ്ഷൻ. ആൻഡ് ഈ റോക്ക് ഇൻസ്ക്രിപ്ഷനാണ് രുദ്രദാമന്റെ പേര് നമുക്ക് കിട്ടുന്നത്. മാത്രമല്ല വളരെ പ്രശസ്തമായ ഒരു ആർട്ടിഫിഷ്യൽ ലേക്ക് ഉണ്ട്, സുദർശന ലേക്ക്. ഈ സുദർശന ലേക്ക് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ റിനോവേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്നുണ്ട്. അതും ഈ ഇൻസ്ക്രിപ്ഷനിൽ എഴുതപ്പെടുന്ന ഒരു കാര്യമാണ്. രുദ്രദാമന്റെ കാലഘട്ടത്തിൽ ദ ഫേമസ് ആർട്ടിഫിഷ്യൽ ലേക്ക് ആയിരുന്ന സുദർശന ലേക്ക് ഗോട്ട് റിനോവേറ്റഡ്. അപ്പോൾ ഒരു ചോദ്യം വരാം, ഈ സുദർശന ലേക്ക് ആരുടെ കാലഘട്ടത്തിലാണ് നിർമ്മിക്കപ്പെട്ടെ? അത് മൗര്യൻസിന്റെ കാലഘട്ടത്തിലാണ്, എസ്പെഷ്യലി ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ. ചന്ദ്രഗുപ്ത മൗര്യയുടെ സമയത്ത് നിർമ്മിക്കപ്പെട്ട ലേക്കാണ്. പക്ഷെ പല കാലഘട്ടങ്ങളിൽ അത് റിനോവേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് റിനോവേഷൻ നടന്നിട്ടുണ്ടാവുക ഒരു പക്ഷേ രുദ്രദാമൻ ഒന്നാമന്റെ കാലഘട്ടത്തിലായിരിക്കും. ദ ലാസ്റ്റ് ശക റൂളർ വാസ് രുദ്രസിംഹ തേർഡ്. ഏറ്റവും അവസാനത്തെ ശക രാജാവാണ് രുദ്രസിംഹ മൂന്നാമൻ. ഹി വാസ് ലേറ്റർ കിൽഡ് ബൈ ചന്ദ്രഗുപ്ത സെക്കൻഡ്. ഏകദേശം 4th century AD കാലഘട്ടങ്ങൾ, 4th 5th century AD കാലഘട്ടങ്ങൾ അടുപ്പിച്ച് ചന്ദ്രഗുപ്ത രണ്ടാമൻ രുദ്രസിംഹ എന്ന് പറയുന്ന രുദ്രസിംഹ മൂന്നാമനെ തോൽപ്പിക്കുകയാണ്. ആക്ച്വലി ഈ ഒരു ഡിഫീറ്റിന് ശേഷമാണ്, ഇങ്ങനെ ചന്ദ്രഗുപ്ത രണ്ടാമൻ ശകാസിനെ തോൽപ്പിച്ചതിന് ശേഷമാണ് ഹി ഗോട്ട് ദ ടൈറ്റിൽ വിക്രമാദിത്യ. ഓക്കെ, ശകാരി എന്നോ വിക്രമാദിത്യ എന്നൊക്കെ പല ടൈറ്റിലുകൾ ചന്ദ്രഗുപ്ത രണ്ടാമന് ലഭിച്ചിട്ടുണ്ട്. ഹി വാസ് ആക്ച്വലി ഗുപ്ത റൂളർ കേട്ടോ, ഗുപ്ത രാജാവാണ്. സോ ചന്ദ്രഗുപ്ത രണ്ടാമൻ തോൽപ്പിച്ചോടുകൂടി ശക കിങ്ഡം തകർന്നു. സോ നൗ നെക്സ്റ്റ് കിങ്ഡം, ദാറ്റ് ഇസ് പാർത്തിയൻസ്, ഇൻഡോ പാർത്തിയൻസ്, അല്ലെങ്കിൽ നമുക്ക് വരെ പഹലവാസ് എന്ന് വിളിക്കാം. പല്ലവാസ് അല്ല, ഇറ്റ് ഇസ് പഹലവാസ്. ഏകദേശം 1st century BC കാലഘട്ടങ്ങളിൽ നോർത്ത് വെസ്റ്റേൺ ഭാഗത്തുണ്ടായിരുന്ന ഒരു കിങ്ഡം. പക്ഷെ കമ്പയർഡ് ടു സിന്ധ്യൻസ്, കമ്പയർഡ് ടു ഗ്രീക്സ്, കമ്പയർഡ് ടു കുഷാനാസ്, അധികം പാർത്തിയൻസ് ഇന്ത്യക്കകത്തോട്ട് എൻട്രി ചെയ്തിട്ടില്ല. നമ്മുടെ ഇന്നത്തെ കശ്മീരിൻ്റെ ഭാഗം, കുറച്ച് പഞ്ചാബിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം കൂടുതലും അഫ്ഗാനിസ്ഥാൻ, പഞ്ചാബ് ഭാഗങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്. അകത്തോട്ട് ഒരുപാട് പരിധിക്ക് അപ്പുറം വരെ എത്തിയിട്ടില്ല കമ്പയർഡ് ടു അതർ കിങ്ഡംസ്. ഈ പാർത്തിയൻസ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കസാക്കിസ്ഥാൻ ഭാഗം ബേസ് ചെയ്ത് വന്നിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, കസാക്കിസ്ഥാൻ ആണ് ശരിക്കും ഇവരുടെ ഒരു ഒറിജിനൽ പ്രദേശം എന്ന് പറയുന്നത്. അവിടെ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് പാർത്തിയൻസ്. ഏകദേശം ഒരു 1st century BC കാലഘട്ടമായപ്പോൾ ആ പാർത്തിയൻസ് കൂട്ടത്തിൽപ്പെട്ട ഒരു ഫേമസ് വ്യക്തി, മിത്രഡേറ്റ്സ് സെക്കൻഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു സാമ്രാജ്യം അവരെ ഉണ്ടാക്കിയെടുക്കുകയാണ്. പാർത്തിയൻസ് ഗ്രൂപ്പിൽപ്പെട്ട മിത്രഡേറ്റ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി, മിത്രഡേറ്റ്സ് സെക്കൻഡ്, ഹി എസ്റ്റാബ്ലിഷ്ഡ് എ പാർത്തിയൻ കിങ്ഡം ഇൻ ദ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ. ഏകദേശം 1st century BC. അതിനുശേഷം ഒരുപാട് രാജാക്കന്മാർ മാറി 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 വന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, ആ സമയങ്ങളിലെല്ലാം അത് പാർത്തിയൻസ് എസ്റ്റാബ്ലിഷ് ചെയ്ത അതേ കാലഘട്ടങ്ങളിൽ തന്നെ ഇവിടെ സിന്ധ്യൻസ് ഉണ്ടായിരുന്നു, അല്ലേ? ഈ ഭാഗങ്ങളിൽ കൻവാസ് ഉണ്ടായിട്ടുണ്ടാവും, ഇവിടെ ശതവാഹനാസ് ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ പല രാജ്യങ്ങളുടെയും അതേ സമയങ്ങളിൽ തന്നെയാണ്, എസ്പെഷ്യലി സിന്ധ്യൻസ് ഉണ്ടാകുന്ന അതേ കാലഘട്ടങ്ങളിൽ തന്നെ പാർത്തിയൻസ് ഉണ്ട് അവിടെ. അപ്പം അതുകൊണ്ട് അത്രയും പ്രാധാന്യം പാർത്തിയൻസിന് അന്ന് ലഭിച്ചിരുന്നില്ല. പക്ഷേ ഈ പാർത്തിയൻ കിങ്ഡം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു ഫേമസ് റൂളർ ഉണ്ട്. ഓക്കെ, മിത്രഡേറ്റ്സ് അല്ല, മിത്രഡേറ്റ്സ് അത് സ്ഥാപിച്ചു എന്നേ ഉള്ളൂ. ബട്ട് അതിനുശേഷം വന്ന വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് റൂളർ വാസ് ഗോണ്ടോഫേർണസ്. 1st century BCയുടെ ഒരു പകുതിയോടുകൂടി എമേർജ് ചെയ്യപ്പെട്ട ഒരു രാജാവാണ് ഗോണ്ടോഫേർണസ്. ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് ആ കാലഘട്ടത്തെക്കുറിച്ച് കിട്ടുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ തക്ഷശില ആയിരുന്നു എന്ന് നമുക്ക് ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ആർക്കിയോളജിക്കൽ എവിഡൻസ് എന്ന് കിട്ടിയ ഒരു എവിഡൻസ് ആണ് ഹിസ് ക്യാപിറ്റൽ വാസ് അറ്റ് തക്ഷശില. ഈ കാലഘട്ടത്തിലാണ് ഏകദേശം AD 52 സെന്റ് തോമസ് ഇന്ത്യയിലേക്ക് വന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ആ സെന്റ് തോമസ് ഇന്ത്യയിൽ വന്ന സമയത്ത് ഈ ഗോണ്ടോഫേർണസ് ആണ് പാർത്തിയൻ റൂളർ. സെന്റ് തോമസ് ഗോണ്ടോഫേർണസിനെ പോയി കണ്ടുവെന്നും ഈ ഗോണ്ടോഫേർണസിനെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യിപ്പിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. ഈ ഇൻഫർമേഷൻ എല്ലാം നമുക്ക് ലഭിക്കുന്നത് ഒരു ഇൻസ്ക്രിപ്ഷനിൽ നിന്നാണ്, ദാറ്റ് ഇസ് തക്കീബാഹി ഇൻസ്ക്രിപ്ഷൻ, വിച്ച് ഇസ് നൗ ഇൻ പാകിസ്ഥാൻ. ഇന്ന് പാകിസ്ഥാനിൽ ഖൈബർ പ്രൊവിൻസുകളിലുള്ള ഒരു ഇൻസ്ക്രിപ്ഷനാണ് തക്കീബാഹി ഇൻസ്ക്രിപ്ഷൻ. ശരിക്കും ഈ ഒരു ലൊക്കേഷൻ ഒരു ബുദ്ധിസ്റ്റ് സൈറ്റ് ആട്ടോ, ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഈ തക്കീബാഹി എന്ന് പറയുന്നത്. ആ മൊണാസ്ട്രിക്ക് ഉള്ളിൽ തന്നെ കണ്ടുവന്നിരുന്ന ഒരു ഇൻസ്ക്രിപ്ഷനാണ് ദിസ് തക്കീബാഹി ഇൻസ്ക്രിപ്ഷൻ. പക്ഷെ ഇത് ആരാണ് എഴുതിയതെന്നോ ഒന്നും അറിയത്തില്ല.
ഗോണ്ടോഫോണസിന്റെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടു എന്നേ ഉള്ളൂ. ഓക്കെ, സോ ഹി വാസ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി. നോട്ട് ചെയ്ത് വച്ചേക്കാം. ഇനി അടുത്ത ലാസ്റ്റ് കിങ്ഡത്തിലേക്ക് നമ്മൾ പോവുകയാണ്, ദാറ്റ് ഈസ് കുഷാനാസ്. കുഷാനാസ് ശരിക്കും ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഇവർ ഒരു ചൈനീസ് ട്രൈബൽ ഗ്രൂപ്പാണ്. ചൈനീസ് ട്രൈബാണ് ശരിക്കും കുഷാനാസ്. ഇവരുടെ യഥാർത്ഥ ചൈനീസ് ട്രൈബ് നെയിം എന്ന് പറയുന്നത് യൂച്ചി എന്നായിരുന്നു. ഓക്കെ, യൂച്ചി എന്ന് പറയുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടെ ഇന്നത്തെ ചൈന മംഗോളിയൻ ബോർഡർ ഭാഗത്തിൻ്റെ ഒരു ട്രൈബൽ ഗ്രൂപ്പാണ്. ബട്ട് ഏകദേശം ഒരു 1st സെഞ്ച്വറി BC കാലഘട്ടങ്ങളൊക്കെ ആയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരുമായിട്ടും അവിടെ ഉണ്ടായിരുന്ന മറ്റു ട്രൈബൽ ഗ്രൂപ്പ്സുമായിട്ടും ചില കോൺഫ്ലിക്റ്റുകളിൽ ഈ യൂച്ചി ട്രൈബുകൾ ഇടപെടുന്നുണ്ട്. ഓക്കെ, ആ കോൺഫ്ലിക്റ്റിന്റെ ഭാഗമായിട്ട് ദേ സ്റ്റാർട്ടഡ് ടു മൈഗ്രേറ്റ് ഫ്രം ദിസ് റീജിയൻ. ചൈന മംഗോളിയ ബോർഡർ ഭാഗത്തുനിന്ന് അവർ പല ഭാഗങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതിൽപ്പെട്ട ഒരു ബ്രാഞ്ച് നമ്മുടെ സെൻട്രൽ ഏഷ്യ ഭാഗങ്ങളിലേക്ക് വന്നെത്തുവാണ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ഇറാൻ, ഇറാഖ്, സ്റ്റെപ്പീസ് ഭാഗങ്ങളിലേക്ക് ഈ യൂച്ചീസ് വന്നെത്തുകയാണ്. അപ്പോൾ അവർ എത്തിയ സമയത്ത് ഓൾറെഡി നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ ഭാഗത്ത് ഗ്രീക്കുകാരുണ്ട്, സിന്ധിയൻസ് ഉണ്ട്, പാർത്തിയൻസ് ഉണ്ട്. സോ ഈ യൂച്ചീസ് അവിടെ എത്തിയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്, അവിടുന്ന് ഈസ്റ്റ് വേർഡായിട്ട്, സദേൺ ഈസ്റ്റ് വേർഡ്സ് ആയിട്ട് പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂച്ചീസ് പുഷ് ചെയ്യുന്നതിനനുസരിച്ച് ആദ്യം ഈ നോർത്ത് വെസ്റ്റേൺ ഭാഗത്തുള്ള ഗ്രീക്കുകാർ എൻട്രി, അത് കഴിഞ്ഞ് സിന്ധിയൻസ് വരും, അത് കഴിഞ്ഞ് പാർത്തിയൻസ് വരും, അവസാനം ഈ യൂച്ചീസും ഇന്ത്യക്കകത്തോട്ട് കയറി വരാൻ നോക്കും. സോ വൺസ് അവരൊരു സാമ്രാജ്യം സ്ഥാപിച്ചതിന് ശേഷമാണ് ഈ യൂച്ചീസിനെ പിൽക്കാലത്ത് കുഷാനാസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, യൂച്ചി ട്രൈബ് ഒരു കിങ്ഡം അവിടെ സ്ഥാപിച്ചെടുക്കുന്നുണ്ട്. സോ ലേറ്റർ ദേ കെയിം ടു ബി നോൺ ആസ് കുഷാനാസ് ഓർ തുഷാരാസ്, അല്ലെങ്കിൽ ഇവരെ ചൈനീസ് ബുക്കുകളിൽ ടൊക്കാരിയൻസ് എന്ന് വിളിക്കാറുണ്ട്. ടൊക്കാരിയൻസ് അല്ലെങ്കിൽ ഗൂഷിയാങ് എന്ന് വിളിക്കാറുണ്ട്. ഇതൊക്കെ അവർക്ക് കിട്ടിയിട്ടുള്ള പേരുകളാണ്. യൂച്ചീസ്, കുഷാനാസ്, തുഷാരാസ്, ടൊക്കാരിയൻസ്, ഗൂഷിയാങ്സ് എല്ലാം ഈ ട്രൈബൽ ഗ്രൂപ്പിനെ വിളിച്ചിരുന്ന പേരുകളാണ്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഫൗണ്ടർ വാസ്, ഇന്ത്യയിലേക്ക് വന്ന സമയം, ഇന്ത്യക്കകത്തോട്ട് കയറുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 1st സെഞ്ച്വറി AD-യിലാണ്. AD 1-ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യക്കകത്തോട്ട് കയറുക. സോ അതിൻ്റെ ഫൗണ്ടർ, ഇന്ത്യക്കകത്തൊരു കുഷാന എംപയർ സ്ഥാപിച്ച ഫസ്റ്റ് വ്യക്തിയായിരുന്നു കുജില കാഡ്ഫിസസ്, അല്ലെങ്കിൽ കാഡ്ഫിസസ് ഒന്നാമൻ എന്നൊക്കെ വിളിക്കാറുണ്ട്, കുജില കാഡ്ഫിസസ്. ആൻഡ് ഹിസ് ക്യാപിറ്റൽ വാസ് ഇനിഷ്യലി പുരുഷ്പുര. ഈ പുരുഷ്പുര എന്ന് പറയുന്നത് ഇന്നത്തെ പേശാവാർ ഭാഗമാണ്. ഓക്കെ, പുരുഷ്പുര വാസ് ദി ക്യാപിറ്റൽ ഓഫ് ദിസ് കുജില കാഡ്ഫിസസ്. ലേറ്റർ സ്റ്റേജിൽ ഇവരുടെ ക്യാപിറ്റൽ മധുരയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവരുടെ സെക്കൻഡ് ക്യാപിറ്റൽ വാസ് അറ്റ് മധുരൈ. ഇവർ ഉപയോഗിച്ചിരുന്ന 1-2 ടൈറ്റിലുകളാണ് ക്ഷത്രപ, ദേവപുത്ര തുടങ്ങിയവ. അന്നത്തെ കുഷാന രാജാക്കന്മാരും ഉപയോഗിച്ചിരുന്ന റൂളേഴ്സ് ടൈറ്റിലാണ് ക്ഷത്രപ. ശരിക്കും പറഞ്ഞാൽ ഈ ക്ഷത്രപ എന്ന വാക്ക് വന്നിരിക്കുന്നത് സത്രപ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. ഓക്കെ, ആൻഡ് സത്രപ് എന്ന വാക്ക് വന്നിരിക്കുന്നത് സ്ട്രാറ്റഗോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. ആൻഡ് ആ സ്ട്രാറ്റഗോ വാക്കിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് ഗവർണർ. ഓക്കെ, ഈ സ്ട്രാറ്റഗോസ് എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം ഗവർണർ എന്നാണ്. ഈ സത്രപ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥവും ഗവർണർ എന്നാണ്. ക്ഷത്രപ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥവും ഗവർണർ എന്നാണ്. എന്ന് വെച്ചാൽ ഒരു പക്ഷേ ഇവര് പണ്ട് ഏതെങ്കിലും ഒരു രാജാക്കന്മാരുടെ ഗവർണർ സ്ഥാനം അലങ്കരിച്ചിരുന്ന ആൾക്കാരായിരിക്കാം, അല്ലെ? എന്നിട്ടായിരിക്കും ഒരു രാജാവായിട്ടുണ്ടാവുക. പക്ഷെ എന്നിട്ടും അവർ ആ ടൈറ്റിൽ കണ്ടിന്യൂ ചെയ്തു. ക്ഷത്രപ എന്ന് ഉപയോഗിച്ചിരുന്ന ആ ഗവർണർ ടൈറ്റിൽ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവരെടുത്തിരുന്ന മറ്റൊരു ടൈറ്റിലാണ് ദേവപുത്ര. ദേവപുത്രൻ എന്നൊരു കോണ്ടെക്സ്റ്റിൽ പറയുന്നത് സൺ ഓഫ് ഗോഡ്. അങ്ങനെയുള്ള ടൈറ്റിൽ എടുക്കാനുള്ള കാരണം നിങ്ങൾക്കറിയാം. ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കൊരു ആരാധനയൊക്കെ ഉണ്ടാവും, റെസ്പെക്റ്റ് ഒക്കെ ഉണ്ടാവും. അവരുടെ ഒരു കിങ്ഷിപ്പ് ലെജിറ്റിമസി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ദേവപുത്ര എന്നൊരു ടൈറ്റിലൊക്കെ ഇവർ ഉപയോഗിച്ചിരുന്നത്. എന്തായാലും ശരി, ഇതിൽ ആദ്യത്തെ വ്യക്തി കുജില കാഡ്ഫിസസ് ആണ്. കുജില കാഡ്ഫിസസ് കുറച്ചുകൂടി ഒരു ബ്രാഹ്മണിക്കൽ ബുദ്ധിസ്റ്റ് റിലീജിയനൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചിരുന്ന ആളാണ്. ആദ്യം കുറച്ച് നാൾ ഷൈവൈറ്റായിട്ട് നിന്നു. പിന്നെ ലേറ്റർ സ്റ്റേജിൽ ബുദ്ധമതം സ്വീകരിച്ചിരുന്ന വ്യക്തിയാണ് കുജില കാഡ്ഫിസസ്. കുജില കാഡ്ഫിസസിന് ശേഷം അധികാരത്തിൽ വന്ന വ്യക്തിയാണ് വിമാ കാഡ്ഫിസസ്. കുജില കാഡ്ഫിസസിന്റെ മകനായിരുന്നു വിമാ കാഡ്ഫിസസ്. വിമാ കാഡ്ഫിസസ് കംപ്ലീറ്റ്ലി ഒരു ഷൈവൈറ്റ് ആയിരുന്നു, ഒരു ശിവഭക്തനായിരുന്നു. അദ്ദേഹത്തിന്റെ ടൈറ്റിൽ തന്നെ മഹേശ്വര എന്നായിരുന്നു. ഓക്കെ, മഹേശ്വര എന്ന ടൈറ്റിൽ ഉൾപ്പെടെ സ്വീകരിച്ചിരുന്ന വ്യക്തിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലാർജ് നമ്പർ ഓഫ് ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്ത് തുടങ്ങിയതും ഇവരാണ്.
ശരിക്കും ഗോൾഡ് കോയിൻസ് ഒരു വൈറ്റ് സർക്കുലേഷനിലൊക്കെ കൊണ്ടുവരുന്നത്, നോർമൽ സർക്കുലേഷനിലൊക്കെ കൊണ്ടുവരുന്നത് ആദ്യം ഗ്രീക്കുകാരാണ്. ഈ അവരുടെ ഗോൾഡ് കോയിൻസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രാജാക്കന്മാരുടെ പോർട്രേറ്റ് ഇമേജുകളൊക്കെ പഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ശതവാഹനാസും അത് ചെയ്തിട്ട് ഗൗതമബുദ്ധ സതകാരന്റെ കാലഘട്ടത്തിലെ കോയിൻസ് നോക്കിയാൽ മനസ്സിലാവും രാജാക്കന്മാരുടെ പോർട്രേറ്റ് ഇമേജുകൾ പഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. പക്ഷെ ഏറ്റവും നമ്പറിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്യുന്നത് ശരിക്കും കുഷാനാസ് ആണ്. തുടക്കം കുറിക്കുന്നത് ഗ്രീക്സ് ആണ്, അത് ശതവാഹനാസ് കണ്ടിന്യൂ ചെയ്തു. കുഷാനാസിന്റെ കാലഘട്ടം വന്നപ്പോൾ അതിന്റെ എണ്ണം കൂടി. ഓക്കെ, ആൻഡ് ഈ വിമാ കാഡ്ഫീസസിനെ സക്സീഡ് ചെയ്തുകൊണ്ട് വന്ന വ്യക്തിയാണ് കനിഷ്ക. ദ മോസ്റ്റ് ഫേമസ് റൂളർ ഓഫ് കുഷാന എംപയർ വാസ് കനിഷ്ക. ഏകദേശം 127 AD മുതൽ 151 AD കാലഘട്ടങ്ങൾ വരെ കനിഷ്കയുടെ ഭരണം പറയുന്നുണ്ട്. മഹായാന ഫോം ഓഫ് ബുദ്ധിസം എമേർജ് ചെയ്യുന്നതും അത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നതും ഈ സമയങ്ങളിലാണ്. ഓക്കെ, ബുദ്ധിസം രണ്ടായിട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ, ഹീനയാന, മഹായാന. അതിൽ മഹായാന ഫോം ഓഫ് ബുദ്ധിസം അല്ലെ, ബുദ്ധനെ ഒരു ദൈവമായിട്ട് കാണാൻ തുടങ്ങി, ബോധിസത്വ കോൺസെപ്റ്റുകളൊക്കെ ഉള്ള ദ സെയിം മഹായാന ബുദ്ധിസം പ്രൊമോട്ട് ചെയ്യുന്നത് ഈ കാലഘട്ടത്തിലാണ്. പ്രൊമോഷൻ കോമൺലി സിൽക്ക് റൂട്ട് വഴിയായിരുന്നു, ചൈനീസ് സിൽക്ക് റൂട്ട് വഴിയായിരുന്നു ഈ മഹായാന ബുദ്ധിസം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കനിഷ്കയുടെ കാലഘട്ടത്തിൽ ഓൾമോസ്റ്റ് ഈ ചൈനീസ് സിൽക്ക് റൂട്ടിന്റെ ലാർജ് പാർട്സും അദ്ദേഹത്തിന്റെ കൺട്രോളിലായിരുന്നു. ഓക്കെ, അതുകൊണ്ട് അതുവഴി ആ സിൽക്ക് റൂട്ട് വഴി സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഭാഗങ്ങളിലേക്കും ചൈന, നമ്മുടെ കംബോഡിയ, ലാവോസ് ഭാഗങ്ങളിലേക്കൊക്കെ ഈ മഹായാന ബുദ്ധിസം സ്പ്രെഡ് ആവുന്നുണ്ട്. ഇനി ഇതേ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കോർട്ടിലുണ്ടായിരുന്ന, കനിഷ്കയുടെ കോർട്ടിലുണ്ടായിരുന്ന ചില ബുദ്ധിസ്റ്റ് ഫിലോസഫേഴ്സ് ഉണ്ട്, കണ്ടംപററി ആയിട്ടുള്ള ബുദ്ധിസ്റ്റ് ഫിലോസഫേഴ്സ് ആണ്. അതിൽ ആദ്യത്തെ വ്യക്തിയാണ് അശ്വഘോഷ. അശ്വഘോഷ, പാർശ്വ, വസുമിത്ര, നാഗാർജുന. ഓക്കെ, ഈ നാഗാർജുന വളരെ പ്രശസ്തനായ ഒരു മഹായാന ബുദ്ധിസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ മഹായാന ബുദ്ധിസം ഒക്കെ പഠിക്കുമ്പോൾ അതിനകത്തൊരു സബ്സെക്ഷൻ ഉണ്ട്, മാധ്യമിക ഫിലോസഫി എന്നൊക്കെ പറയും. ആ മാധ്യമിക ഫിലോസഫിയുടെ വൺ ഓഫ് ദി ഫൗണ്ടർ ആണ് ഈ നാഗാർജുന. നാഗാർജുനയുടെ പേരിലാണ് നാഗാർജുന കൊണ്ട എന്ന് പറയുന്ന ഒരു പ്രദേശമൊക്കെ വരുന്നത് നമ്മുടെ ഡെക്കാൻ ഭാഗത്ത്. ഓക്കെ, ദെൻ അശ്വഘോഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ അശ്വഘോഷ എഴുതിയ വളരെ പ്രശസ്തമായിട്ടുള്ള 3 കൃതികളുണ്ട്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒന്ന് സരിപുത്ര പ്രകരണ, ഇതൊരു സംസ്കൃത ഡ്രാമയാണ്. ഓക്കെ, സാൻസ്ക്രിറ്റ് ഡ്രാമയായിരുന്നു, വേണമെങ്കിൽ പറയാം പോസ്റ്റ് മൗര്യ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ആദ്യത്തെ സംസ്കൃത ഡ്രാമയെന്ന് പറയാൻ വേണമെങ്കിൽ. ഓക്കെ, സരിപുത്ര പ്രകരണ. ദെൻ ബുദ്ധചരിത, ബുദ്ധന്റെ ഒരു ബയോഗ്രഫി എഴുതുന്നുണ്ട്. ദെൻ സൗന്ദരനന്ദ. ഓക്കെ, സൗന്ദരനന്ദ. ഇതിൽ ബുദ്ധചരിത വളരെ ഫേമസ് ആണ്, റിട്ടൺ ബൈ അശ്വഘോഷ. ദെൻ പാർശ്വ, വസുമിത്ര, നാഗാർജുനയൊക്കെ മറ്റ് സ്കോളേഴ്സുമാണ്. ഈ കനിഷ്ക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നൊരു കാര്യമുണ്ട്, 4th ബുദ്ധിസ്റ്റ് കൗൺസിൽ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലല്ലേ നടന്നിട്ടുള്ളത് അല്ലേ. 4th ബുദ്ധിസ്റ്റ് കൗൺസിൽ വാസ് പാട്രണൈസ്ഡ് ബൈ കനിഷ്ക എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ കേസ് എന്താണെന്ന് വെച്ചാൽ ഈ 4th ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ കാലഘട്ടം പറയുന്നത് നിയർലി ഒരു 72 AD കാലഘട്ടങ്ങളാണ് അല്ലെ. 72 AD എപ്പോഴാണ് ഈ 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടന്നത്, കുണ്ടലവൻ കാശ്മീരിൽ. പക്ഷെ കാലഘട്ടം വെച്ച് നോക്കുവാണെങ്കിൽ മാച്ച് ചെയ്യുന്നില്ല. കനിഷ്കയുടെ കാലഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണ്, 127 AD. പിന്നെ എങ്ങനെയാ 72 AD 4th ബുദ്ധിസ്റ്റ് കൗൺസിൽ പുള്ളി പാറ്റർണൈസ് ചെയ്യുന്നത്? അപ്പം അവിടെ ഇന്നും ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. ഓക്കെ, കനിഷ്ക തന്നെയാണോ 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ പാറ്റർണൈസ് ചെയ്തതെന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ വേറൊരു കോൺട്രഡിക്ഷൻ ആണ്, ശകവർഷം തുടക്കം കുറിച്ചത് പുള്ളിയാണെന്നാ പറയുന്നത്. ഓക്കെ, ശകൈറ ഒരു കലണ്ടറാണ് അല്ലെ, ഇന്ത്യൻ കലണ്ടറാണ്. അപ്പോൾ ആ ശകവർഷം സ്റ്റാർട്ട് ചെയ്യുന്നത് അറൗണ്ട് ഒരു 78 AD മുതലാണ്. പക്ഷേ ഈ ശകവർഷം ആരംഭിച്ചത് കനിഷ്കനാണെന്നാണ് നമ്മളെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ കനിഷ്കയുടെ കാലഘട്ടവുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, അത് മാച്ച് ആവുന്നില്ല. അപ്പോൾ വൈഡ്ലി അക്സെപ്റ്റ് ചെയ്യുന്ന കനിഷ്കയുടെ ടൈം പീരീഡ് ആണ് ഈ 127 to 151 എന്ന് പറയുന്നത്. പക്ഷെ അതുമായിട്ട് വളരെ ഡിഫറെൻ്റ് ആണ് ഈ ശകായിറയും അതുപോലെ തന്നെ 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിലുകളും. ഓക്കെ, പക്ഷേ NCERT ടെക്സ്റ്റ് ബുക്കുകൾ ഉൾപ്പെടെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വലിയൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പഠിച്ചു വെക്കുക, അത്രയേ ഉള്ളൂ. ആൻഡ് ദിസ് 4th ബുദ്ധിസ്റ്റ് കൗൺസിലാണ് ശരിക്കും ബുദ്ധമതം രണ്ടായിട്ടൊക്കെ സ്പ്ലിറ്റ് ആവുന്നത് കേട്ടോ. ഹീനയാന, മഹായാന എന്നൊക്കെ പറഞ്ഞ് 2 ഫെയ്ത്ത് ആയിട്ടൊക്കെ മാറുന്നതും ഈ 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിലാണ്. ഓക്കെ, ഈ കുഷാനാസിന്റെ കാലഘട്ടത്തിൽ പാറ്റർണൈസ് ചെയ്യപ്പെട്ട ഏറ്റവും മേജർ ഫോം ഓഫ് സ്കൾപ്ചറാണ് മധുര ആർട്ട്, മധുര സ്കൂൾ ഓഫ് ആർട്ട്. ഗാന്ധാര പറഞ്ഞു, നമ്മുടെ അമരാവതി പറഞ്ഞു. ദ തേർഡ് വൺ ഈസ് മധുര ആർട്ട്. നോക്കിയേ, മധുര ആർട്ടിലും നമുക്ക് ബുദ്ധിസം തന്നെയാണ് പ്രധാനപ്പെട്ട തീം.
പക്ഷെ ബുദ്ധമതത്തിന് പുറമെ ഹിന്ദു മതവും അതുപോലെ തന്നെ ജൈന മതവുമായി ബന്ധപ്പെട്ട തീമുകളും മധുര ആർട്ടിൽ കാണാൻ പറ്റും. പക്ഷെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ബുദ്ധിസവുമായി ബന്ധപ്പെട്ട തീമാണ്. ഇവിടെയും ബുദ്ധനെ കാണാൻ പറ്റും. ഒരു യോഗിക് പോസ്റ്റൽ അല്ലെ, പത്മാസന പോസ്റ്റൽ ഇരിക്കുന്ന ഒരു ബുദ്ധനാണ്. ബുദ്ധനെ ചുറ്റുമായിട്ട് ബോധിസത്വാസ് ഉണ്ട് അല്ലെ. ബുദ്ധ ഇസ് സറൗണ്ടഡ് ബൈ ബോധിസത്വാസ്. ബോധിസത്വാസിനെ കുറിച്ചൊക്കെ ബുദ്ധമതത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ ബുദ്ധന് ചുറ്റുമായിട്ടൊരു ഓറയുണ്ട്. അത് ദൈവികത കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്തിങ് ആണ് അല്ലെ. കുറച്ചൊരു മസ്കുലിൻ ഫിഗർ ആയിട്ടാണ് ബുദ്ധനെ ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് മെറ്റീരിയൽ, ദിസ് സ്കൾപ്ചർ വാസ് built or constructed using the material red sandstone. ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള റെഡ് സാൻഡ്സ്റ്റോൺ കൊണ്ടാണ് ഈ ഒരു സ്കൾപ്ചർ നിർമ്മിച്ചിരിക്കുക. അത്ര ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു സ്കൾപ്ചർ അല്ല കമ്പയർഡ് ടു ഗാന്ധാര ആർട്ട്. ഗാന്ധാര കുറച്ചുകൂടി എന്താണ്, വളരെ കാണാൻ നല്ല ഭംഗിയാണ്, വളരെ ഫിനിഷിംഗ് ഉള്ള സ്കൾപ്ചേഴ്സ് ആണെങ്കിൽ മധുരയ്ക്ക് അത്രയും ഫിനിഷിംഗ് നമുക്ക് കാണാൻ കഴിയില്ല. ഓക്കെ, പക്ക ഒരു മഹായന ഫെയ്ത്തിലുള്ള ബുദ്ധനെയാണ് നമുക്ക് ഈ മധുര ആർട്ടിൽ കൂടുതലും കാണാൻ പറ്റുക. പക്ഷെ ഓർക്കുക, ബുദ്ധിസം മാത്രമല്ല, ബ്രാഹ്മണിക്കൽ റിലീജനുമായി ബന്ധപ്പെട്ടും ജൈനമതവുമായി ബന്ധപ്പെട്ടും നമുക്ക് മധുര ആർട്ടിൽ സ്കൾപ്ചേഴ്സ് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഒരു കാലഘട്ടം ഞാൻ പറഞ്ഞു UPSC പെർസ്പെക്റ്റീവിൽ അധികം ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ചില ക്വസ്റ്റ്യൻസ്, 1-2 ക്വസ്റ്റ്യൻസ് ഫാക്ച്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. അത് 1-2 ചോദ്യം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വൺ ഓഫ് ദി ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഇൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് റീജൻസ് വാസ് ധാന്യ കടക വിച്ച് ഫ്ലറിഷ്ഡ് ആസ് എ പ്രോമിനന്റ് ബുദ്ധിസ്റ്റ് സെന്റർ അണ്ടർ ദി മഹാസംഗികാസ് ലൊക്കേറ്റഡ്? ഇതിലേത് സ്ഥലത്താണ് ധാന്യ കടക എന്ന് പറഞ്ഞ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ധാന്യ കടക എന്ന പേര് അധികം ബുക്കുകളിലൊന്നും കാണാനില്ല. പക്ഷെ ധാന്യ കടകയുടെ ശരിക്കുള്ള പേരെന്താ? ധരണിക്കോട്ട എന്നാണ്. ധരണിക്കോട്ടയുടെ മറ്റൊരു പേരാണ് എന്ത്? അമരാവതി. ഓക്കെ, നോട്ട് ചെയ്ത് വച്ചേക്കുക. അമരാവതി, ധരണിക്കോട്ട, ധാന്യകടയൊക്കെ ഒന്ന് തന്നെയാണ്. സോ ശതവാഹനാസിന്റെ ക്യാപിറ്റലായിരുന്നു അമരാവതി. ഈ ശതവാഹനാസ് ഏത് ഭാഗത്തുണ്ടായിരുന്നവരാ? ഡെക്കാൻ ഭാഗത്തുണ്ടായിരുന്നവരാ. സോ അതിൽ നിന്ന് തന്നെ ആൻസർ കിട്ടും ആന്ധ്രാസ്. ശതവാഹനാസിനെ വിളിച്ചിരുന്ന മറ്റൊരു പേര് കൂടി കേട്ടോ, യാന്ധ്ര കിങ്ഡം എന്ന് പറയും. ആന്ധ്രാസ് വാസ് ദി അനദർ നെയിം ഗിവൺ ടു ശതവാഹന കിങ്ഡം. ഓക്കെ, അപ്പോൾ ഇതൊരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. കുറച്ചുകൂടി നമുക്ക് കൾച്ചറൽ ഭാഗമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ ഇത്. ബുദ്ധിസവുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യമാണ്. ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്: വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ബുക്സ് ഓഫ് ഏൻഷ്യൻ ഇന്ത്യ ഹാസ് എ ലവ് സ്റ്റോറി ഓഫ് ദി സൺ ഓഫ് ദി ഫൗണ്ടർ ഓഫ് ദി ശുംഗ ഡൈനാസ്റ്റി? ഏത് ബുക്കുകളിലാണ് ഒരു ലവ് സ്റ്റോറി ഉള്ളത് ഓഫ് ദി സൺ ഓഫ് ദി ഫൗണ്ടർ ഓഫ് ദി ശുംഗ ഡൈനാസ്റ്റി? ശുംഗ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറിൻ്റെ മകനെ കുറിച്ച് ഒരു കൃതി എഴുതപ്പെട്ടിട്ടുണ്ട്. അത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ശുംഗ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാ? പുഷ്യമിത്ര ശുംഗ. പുഷ്യമിത്ര ശുംഗയുടെ മകൻ ആരാ? അഗ്നിമിത്ര. അഗ്നിമിത്രയെക്കുറിച്ച് കാളിദാസനൊരു പ്രണയ കവിത എഴുതിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഇസ് മാളവിക അഗ്നിമിത്ര. ഞാൻ പറഞ്ഞു തന്നായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള കുറച്ചുകൂടി കൾച്ചറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ വന്നിട്ടുള്ളൂ. ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല, കുറച്ച് എന്താ പറയുക, ഒരു സ്കാറ്റേർഡ് പൊളിറ്റിക്കൽ കണ്ടീഷനൊക്കെ നിലനിന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് UPSC ചിലപ്പോൾ ഇനിയാണെങ്കിലും അങ്ങോട്ടും ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കൂടുതൽ ചോദ്യങ്ങളും അങ്ങനെയുള്ള ഏരിയാസിനാണ് ചോദിക്കുക. പോസ്റ്റ് ഗുപ്ത, പോസ്റ്റ് മൗര്യ, ആ കാലഘട്ടങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് കോമൺലി വരാറുള്ളത്. ഓക്കെ, സോ ഈ ഒരു കാര്യം മനസ്സിൽ വച്ചേക്കുക. എങ്ങനെ പഠിക്കണം, ഏതൊക്കെ രാജ്യങ്ങളുണ്ട്, ഏതൊക്കെ കാലഘട്ടം, പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഏരിയ ആണ്. ഞാൻ പറഞ്ഞല്ലോ, പല രാജ്യങ്ങളും പല കാലഘട്ടങ്ങളിലും പല ഭാഗങ്ങളിലായിട്ടൊക്കെ വരുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഫർദർ ടോപ്പിക്സ്, വേറെ ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. സോ ഫോർ ദ ടൈം ബീങ്, സൈനിങ് ഓഫ്.